മുഖ്തസർ 278 പേജ് 389. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുക യാ മൻ ശറഹ സുദൂറനാ ലിതൽഖീസിൽ ബയാനി ഫീ ഇലാഹിൽ മആനി വനവ്വറ ഖുലൂബനാ ബിലവാമിഇത് തിബയാനി മിൻ മത്താലിഇൽ മസാനി വനുസല്ലി അലാ നബിയിക മുഹമ്മദിനിൽ മുഅയ്യദി ദലായിലു ഇജാസിഹി ബിഅസ്റാറിൽ ബലാഗ وعلى آله وأصحابه المحدثين قصبات السبق في مضمار الفصاحة والبراءة. وباعتبار الثلاثة 6 أقسام، لأن الطرفين إن كانا حسيين فالجامع إما حسي نحو فأخرج لهم عجلا جسدا له خوار فإن المستعار منه ولد البقرة، والمستعار له الحيوان الذي خلقه الله تعالى من حلي القبط، والجامع الشكل والجميع حسي. والاستعارة استعارة باعتبار الثلاثة 3 കാര്യത്തിനെ പരിഗണിക്കലുകൊണ്ട്, അതായത് അൽ മുസ്തആരി മിൻഹു ആയ മുശബ്ബഹ് ബിഹിയെ ഇഅ്തിബാർ ചെയ്യലുകൊണ്ട്, വൽ മുസ്തആരി ലഹു ആയ മുശബ്ബഹിനെ ഇഅ്തിബാർ ചെയ്യലുകൊണ്ടും, വൽ ജാമിആകുന്ന വജഹു ശബഹിനെ ഇഅ്തിബാർ ചെയ്യലുകൊണ്ടും 6 അഖ്സാമിൻ 6 കിസ്മുകൾ ആണ്. ലിഅന്നൽ മുസ്തആറ മിന്നു നിശ്ചയം മുസ്തആർ മിന്നു വൽ മുസ്തആർ ലഹു എന്നതും ഇത് രണ്ടും ഇമ്മാ ഹിസ്സിയാനിയാണ് ഔ അഖ്ലിയാനി ആണ്. അതിൽ മുസ്തആറ മിന്നു ഹിസ്സിയാണ് വൽ മുസ്തആർ ലഹു അഖ്ലി ആണ്. ഔ ബിൽ അക്സി അല്ലെങ്കിൽ അക്സ് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ മുസ്തആർ മിന്നു അഖ്ലിയും മുസ്തആർ ലഹു ഹിസ്സിയും. ഫയസീറു അപ്പോൾ മജ്മൂ ആകും 4 ആകും. വൽ ജാമി ആകുന്നത് ഫി സലാസത്തിൽ അഖീറത്തി അവസാനത്തെ 3-ൽ. ഏതാണ് അവസാനത്തെ 3? രണ്ടും അഖ്ലിയാകുന്നത് മുസ്തആറു മിന്നു ഹിസ്സിയും മുസ്തആറു ലഹു അഖ്ലി, അത് 2ആയി. ഇനി മൂന്നാമത്തത് മുസ്തആറു മിന്നു അഖ്ലി മുസ്തആറു ലഹു ഹിസ്സി. ഈ 3 ജാമിഇ വൽ ജാമിഉ ഫി സലാസത്തിൽ അഖീറത്തി അവസാനത്തെ 3-ൽ ജാമിഇ അഖ്ലി മാത്രമാണ്, ലാ ഗൈറു അഖ്ലി അല്ലാത്തതല്ല. ലിമാ സബക്ക മുമ്പ് പറഞ്ഞ ഒന്നിന് വേണ്ടി. എവിടെ? ഫി തശ്ബീഹിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 328 പേജ് നോക്കിയാൽ കാണാം. എന്ത് തശ്ബീഹിൽ പറഞ്ഞത്? എന്താ പറഞ്ഞത്? വൽ ഹിസ്സിയു മിൻ വജ്ഹി തശ്ബീഹി സവാഉൻ കാന ബിതമാമിഹി ഹിസ്സിയൻ ഔ ബിബഅദിഹി. തൊറുഫാഉ ഹിസ്സിയാനിയാണ്. വജ്ഹു ശബഹ് ഹിസ്സിയായാൽ അത് പൂർണ്ണമായിട്ടും ഹിസ്സിയാവട്ടെ, ബഅദ് ഹിസ്സിയും ബഅദ് അഖ്ലിയും ആവട്ടെ. പക്ഷെ വജ്ഹു ശബഹിൽ ഹിസ്സിയുണ്ടോ എന്നാ തൊറുഫാവു ഹിസ്സിയാനി. ആ വജ്ഹു ശബഹിന്റെ 2 തൊറുഫ് ഹിസ്സിയാനിയാണ്, ലാ ഗൈറു എന്നാ. ഐ ലാ യജൂസു അൻ യകൂന കിലാഹുമാ ഔ അഹദുഹുമാ അഖ്ലി എന്നർത്ഥം. ആ 2 തൊർഫോ 2-1 അഖ്ലിയാവല് ജായിസാകൂല. ലിംതിനായി അൻ യുദ്റക ബിൽ ഹിസ്സി മിൻ ഗൈറിൽ ഹിസ്സി. ഗൈറ് ഹിസ്സിയിൽ നിന്ന് ഹിസ്സിയിനെ ഇദ്റാക്ക് ചെയ്യപ്പെടൽ മുംതനി ആണ്. അവിടെ 328 നോക്കിയാൽ കാര്യം തിരിയും. വൽ അഖ്ലിയു അഅമ്മു മിനൽ ഹിസ്സി ലിജവാസി അൻ യുദ്റക ബിൽ അഖ്ലി മിനൽ ഹിസ്സി ഷൈഉൻ ഇത് ലം തിനാഅ ഫീ ഖിയാമിൽ മഅഖൂലി ബിൽ മഹ്സൂസി വ ഇദ്റാക്കിൽ അഖ്ലി മിനൽ മഹ്സൂസി ഷൈഅ.
ولذلك يقال التشبيه بالوجه العقلي أعم من التشبيه بالوجه الحسي بمعنى أن كل ما يصح فيه التشبيه بالوجه الحسي يصح بالوجه العقلي من غير عكس എന്ന് പേജ് 328 പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ പറഞ്ഞത് ലിമാ സബക ഫി തശ്ബീഹി, തശ്ബീഹിൽ സാബിക്കായ ഒന്നിനു വേണ്ടി. അപ്പോ അവിടത്തിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അവസാനത്തെ മൂന്നെണ്ണത്തില് ജാമി അഖിലി മാത്രമേ ആവുകയുള്ളൂ. കാരണം അതിൽ അഖിലി ഉണ്ട്. ഇവിടെ ദസൂക്കി നോക്ക്, ദസൂക്കി 492 കാണാം. ഖൗലുഹു തസീറു സിത്തത്തൻ ലിഅന്നൽ ഖിസ്മൽ അവ്വല ബിഇതിബാരിൽ ജാമിഇ സലാസത്തു അഖ്സാമി. ഒന്നാമത്തെ ഖിസ്മ ജാമീനെ ഇത്തിബാർ ചെയ്യലോണ്ട് 3 ഖിസ്മാണ്. വൽ അഖ്സാമു ബഅദഹു സലാസത്തും ആണ്. ഫൽ മജ്മൂഉ സിത്തത്തുൻ ആണ്. വഹാസിലുഹാ അന്ന ത്വറഫൈനി ഇൻ കാനാ ഹിസ്സിയൈനി, 2 തർഫും ഹിസ്സിയാണെങ്കിൽ ഫൽ ജാമിഉ ഇമ്മാ ഹിസ്സിയ് ഔ അഖ്ലിയ് ഔ ബഅ്ലുഹു ഹിസ്സിയ് വ ബഅ്ലുഹു അഖ്ലിയ് ഫഹാദിഹി സലാസത്തുൻ ആണ്. വ ഇൻ കാനാ ഗൈറ ഹിസ്സിയൈനി, 2 തർഫും ഹിസ്സിയൈനി അല്ലെങ്കിൽ ഫഇമ്മാ അൻ യകൂന അഖ്ലിയൈനി ആവാം 2 തർഫ്. അവിൽ മുസ്തആറ മിന്നു ഹിസ്സിയും അവിൽ മുസ്തആറു മിൻഹു, അവിൽ മുസ്തആറു മിന്നു ഹിസ്സിയൻ വൽ മുസ്തആറു ലഹു അഖ്ലിയൻ ഔ ബിൽ അഖ്സി ഫഹാദിഹി സലാസത്തുൻ ഐദൻ വലാ യകൂനുൽ ജാമിഉ ഫീഹാ ഇല്ലാ അഖ്ലിയൻ. ഇതിൽ ജാമി അഖ്ലി അല്ലാതെ ആകൂല. കാരണം തൊറുഫാനിയിൽ അഖ്ലി ഉള്ളത് കൊണ്ട്. പിന്നെ അപ്പോ ലാക്കിന്നഹു എങ്കിലും ആ ജാമി, അപ്പോ പറഞ്ഞെന്താണ്? വൽ ജാമിഉ ഫി സലാസത്തിൽ അഖീറത്തി, അവസാനത്തെ 3 ജാമി അഖ്ലിയും ലാ ഗൈറു, അഖ്ലിയും മാത്രമാണ്, അഖ്ലി അല്ലാത്തതല്ല. ലിമാ സബക ഫി തശ്ബീഹി, തശ്ബീഹിൽ മുമ്പ് പറഞ്ഞ ഒന്നിനു വേണ്ടി. പേജ് 328 നോക്കിയാൽ മതി. ലാക്കിന്നഹു എങ്കിലും ആ ജാമി ഫിൽ ഖിസ്മിൽ അവ്വലി, ഒന്നാമത്തെ ഖിസ്മിൽ ഇമ്മാ ഹിസ്സിയാണ് ഔ അഖ്ലിയാണ് ഔ മുഖ്തലഫുൻ, അല്ലെങ്കിൽ ബഅദ് അഖ്ലിയും ബഅദ് ഹിസ്സിയുമാണ്. ആ ജാമി ഫയസീറു സിത്തത്തൻ, അപ്പോൾ മജ്മൂഅ് 6 ആകും. വൈലാഹാദ, ഇതിലേക്കാണ്. ഏതിലേക്ക്? വൈലാഹാദ എന്ന് പറഞ്ഞാൽ ഈ 6 ഖിസ്മു ഉണ്ട് എന്നതിലേക്ക്, അതിന്റെ ഉദാഹരണങ്ങളിലേക്കും അഷാറ, മുസന്നിഫ് ഇഷാറത്ത് ചെയ്തു. ബി ഖൗലിഹി, മുസന്നിഫിന്റെ ഖൗല് കൊണ്ട്. എന്താ? അന്ന ത്വറഫൈനി, തീർച്ചയായും 2 ത്വറഫ്, മുസ്തആർ മിൻഹുവാകുന്ന മുശബ്ബഹ് ബിഹിയും മുസ്തആർ ലഹുവാകുന്ന മുശബ്ബഹും ഇൻകാന ഹിസ്സിയൈനി, അത് രണ്ടും ഹിസ്സിയാണെങ്കിൽ ഫൽ ജാമിഉ, അപ്പോൾ ജാമി ആകുന്നത് ഇമ്മാ ഹിസ്സിയുൻ, ഒന്നുകിൽ ഹിസ്സിയായിരിക്കും. അപ്പോൾ ഒരു കിസ്മായി. ഒരു കിസ്മിന്റെ ഉദാഹരണം, ഒന്നാം കിസ്മിന്റെ ഉദാഹരണം പറയുന്നത്. മുസ്തആർ മിൻഹു ഹിസ്സിയ്, മുസ്തആർ ലഹു ഹിസ്സിയ്, ജാമിഉ ഹിസ്സിയ്. നഹവ ഫഅഖ്റജ ലഹും ഇജ്ലൻ ജസദൻ ലഹു ഖുവാർ ഫഖാലൂ ആദാ ഇലാഹുക്കും വ ഇലാഹു മൂസ. ഫഖാലു എന്നുള്ളത് കിതാബിലില്ല. ഫഖാലു മുതൽ താഹാ സൂറത്ത് 88-ാമത്തെ ആയത്താണ്. ഫഅഖ്റജ, സാമിരിയെ പുറപ്പെടുവിച്ച് ഉണ്ടാക്കി കൊടുത്തു, ലഹും അവർക്ക്, ഇജ്ലൻ ഒരു കാളക്കുട്ടിയെ, അതായത് ജസദൻ ലഹു ഹുവാർ, മുക്രയിടുന്ന ഒരു രൂപത്തിനെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. ഒരു കാളക്കുട്ടിയുടെ രൂപം ഉണ്ടാക്കി കൊടുത്തു എന്നർത്ഥം. ജസദൻ
എന്ന് പറഞ്ഞാൽ ജസദല്ലഹു ഖുവാർ, മുക്രയിടുന്ന ഒരു ജസദിനെ, ഒരു രൂപത്തിനെ ഉണ്ടാക്കി കൊടുത്തു. ഇവിടെ ഫൈനൽ മുസ്തആറ മിന്നു വലതുൽ ബഖറത്താണ്, കാളക്കുട്ടി ഇജില്. മുസ്തആർ ലഹു വൽ മുസ്തആറ ലഹു അൽ ഹയവാനു, അൽ ഹയവാൻ ഒരു ഹയവാന. അല്ലതി എങ്ങനത്തെ ഹയവാൻ ഖലഖഹുല്ലാഹു തആല, ആ ഹയവാനിനെ അള്ളാഹു പടച്ചു മിൻ ഹുലിയിൽ കിബിത്തി, കിബിത്തി വർഗക്കാരുടെ ആഭരണങ്ങളിൽ നിന്ന്. ഹുലിയ്, ഹുലിയ് എന്ന് പറയും കേട്ടോ. പിന്നെ ഖൗലുഹു മിൻ ഹുലിയിൽ കിബിത്തി ബിളമ്മിൽ ഹാഇ വകസരിൽ ലാമി വൽ യാഇൽ മുസദ്ദദത്തി ജംഉ ഹലിയിൻ ബിഫത്ഹിൽ ഹാഇ വസുക്കൂനിൽ ലാമി വൽ ഖിബത്ത് ബികസരിൽ ഖാഫി വസുക്കൂനിൽ ബാഇ ഖബീലത്തു ഫിർഔന മിൻ അഹ്ലി മിസ്ര. അപ്പോൾ ഖിബത്തി വർഗക്കാരുടെ ആഭരണങ്ങളിൽ നിന്ന്, ഫിർഔൻ വിഭാഗത്തിന്റെ ആഭരണങ്ങളിൽ നിന്ന് അല്ലാഹു തആല പടച്ചുണ്ടാക്കി ഒരു മൂരിക്കുട്ടിയുടെ രൂപം. അല്ലാഹു തആല പടച്ചു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഖാലിഖ് അല്ലാഹു ആണ്. ഇവിടെ ഉണ്ടാക്കിയത് ആരാ? സാമിരിയാണ്. ഫമൂസല്ലദീ റബ്ബാഹു ജിബ്രീലു കാഫിറു വമൂസല്ലദീ റബ്ബാഹു ഫിർഔന മുർസലൂ. ഈ സാമിരിയുടെ യഥാർത്ഥ പേര് മൂസ എന്നാണ്. അല്ലത്തെ എങ്ങനത്തെ ആഭരണങ്ങൾ? സബക്കത്ത്ഹാ, അവകളെ ഒരുക്കിയിട്ടുണ്ട്. നാറു സാമിരി, സാമിരിയുടെ തീയ്. സാമിരിയുടെ തീയ് എന്ന് പറഞ്ഞാൽ തീയ് സബബാണ്, സബബിലേക്ക് സിനാദാണ്. ഇത് മജാസ് അക്കലിയാണ്. സാമിരിയാണ് ഒരുക്കിയത്, അതിൽ നാറ് സബബാണ്. ആ സബബിലേക്ക് ഇസ്നാദ് ചെയ്തു സബക്കത്ത് എന്ന ഫീലിനെ. അതാ താവ് കൊടുത്തതും. ഹഖീഖിയാ ഫായിൽ സാമിരിയാണല്ലോ. പിന്നെ ഖൽക്ക് ചെയ്യുന്നത് അല്ലാഹു തആലയാണ്. അതുകൊണ്ടാണ് ഖലഖഹുല്ല. അത് മറ്റൊരു വിഷയമാണ്, ഇൽമു കലാമുമായിട്ടുള്ള വിഷയമാണ്. എപ്പോൾ ഇന്ദ ഇൽഖാഇഹി ഫി തിൽക്കൽ ഹുലിയി, ആ തീയിനെ ഇന്ദ ഇൽഖാഇഹി സാമിരി ഇട്ട നേരത്ത്, ഫി തിൽക്കൽ ഹുലിയി ആ ആഭരണങ്ങളില്, ആ തുറുബത്ത മണ്ണിനെ, അല്ലത്തെ എങ്ങനത്തെ മണ്ണ്, അഹദഹ ആ മണ്ണിനെ എടുത്തു, ഈ സാമിരി എടുത്തു, മിൻ മൗത്ത് ഈ ഫറസി ജബ്രായീല അലൈഹിസ്സലാം, ജബ്രായീല അലൈഹിസ്സലാം, ജബ്രായീൽ അലൈഹിസ്സലാം തങ്ങളുടെ കുതിര ചവിട്ടിയതായ സ്ഥലത്തിൽ നിന്ന് ആ മണ്ണിനെ ഈ സാമിരി എടുത്തു. ആ സംഭവം തഹാ സൂറത്ത് 88-ാമത്തെ ആയത്ത് തഫ്സീറുകളിൽ വിവരിച്ചിട്ടുണ്ട്, അതിന്റെ കാരണങ്ങളൊക്കെ. പിന്നെ അപ്പോൾ സാമിരി മനസ്സിലാക്കി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് കറാമത്തുണ്ട്. അതുകൊണ്ട് ജിബ്രീൽ സഞ്ചരിക്കുന്ന കുതിരക്കും കറാമത്തുണ്ട്, ആ കുതിര സ്പർശിച്ചതായ മണ്ണിനും കറാമത്തുണ്ട്. അത് മനസ്സിലാക്കി ഈ സാമിരി. കാരണം സാമിരിയെ വളർത്തിയത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. പക്ഷെ ആള് കാഫിറായി പോയി എന്ന് മാത്രം. ഫമൂസല്ലദീ റബ്ബാഹു ജിബ്രീലു കാഫിറു വമൂസല്ലദീ റബ്ബാഹു ഫിർഔന മുർസലൂ. ഏതായാലും ഇങ്ങനെ ഈ മണ്ണ് എടുത്ത് ഈ ഉരുക്കിയതായ ലോഹത്തിൽ ഇട്ടപ്പോൾ, എന്നിട്ട് ഒരു മൂരിക്കുട്ടിയുടെ രൂപം പടച്ചുണ്ടാക്കിയപ്പോൾ അതിന് ചില ശബ്ദങ്ങളും ഹറക്കത്തുകളും വന്നു. ആ മണ്ണിന്റെ പവർ കുതിരയുടെ പവറാണ്.
കുതിരയുടെ പവർ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പവറാണ്. അതാണ് മുക്രയിടുന്ന ഒരു കാളക്കുട്ടിയുടെ രൂപത്തെ ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞത്. ഇവിടെ നോക്ക്, വൽ ജാമിഉ അശ്ശക്കുലു, ജാമി ഈ രൂപമാണ്. ഫഇന്ന ദാലിക്കൽ ഹയവാന, ഈ സാമിരി നിർമ്മിച്ചുണ്ടാക്കിയതായ ഈ കാളക്കുട്ടിയുടെ രൂപം, അതിന് അടക്കമുണ്ട്. അപ്പോൾ ലാഹിറിൽ അത് അതിന് ഹയാത്തുള്ളത് പോലെയാണല്ലത്. ലഹു ഹുവാർ എന്ന് പറഞ്ഞില്ല, അതിന് ശബ്ദമുണ്ട്, കാളക്കുട്ടിയുടെ ശബ്ദം. ആ ഹയവാന് കാന ആയിരുന്നു അലാ ശക്ലി വലദിൽ ബക്കറത്തി, ബക്കറത്തിന്റെ വലുതിന്റെ രൂപത്തിലായിരുന്നു. വൽ ജമീഉ മുഴുവനും, മിനൽ മുസ്തആരി മിന്നു വൽ മുസ്തആരി ലഹു വൽ ജാമി, ഇത് മൂന്നിൽ നിന്നുള്ള ജമീഉം വൽ ജമീഉ മുഴുവനും, ആ മുഴുവനും എന്തിനാൽ മുസ്തആറു മിന്നു മുസ്തആറു ലഹു ജാമി എന്നിവയാൽ. ഇത് മുഴുവനും എന്താണ്? ഹിസ്സിയാണ്, മുദ്റക്കും ബിൽ ബസ്രി, ബസ്ർ കൊണ്ട് ഇദ്റാക്ക് ചെയ്യപ്പെടുന്നതാണ്, അപ്പൊ മഹ്സൂസാണ്. ഇനി വഇമ്മാ അഖ്ലിയുൻ, ആ ജാമി രണ്ട് തർഫ് ഹിസ്സിയാനിയായാൽ, ജാമി എന്താണ്? ഇമ്മാ ഹിസ്സിയാണ് അല്ലെങ്കിൽ അഖ്ലിയാണ്. അവ രണ്ടാമത്തെ കിസ്മായി. രണ്ട് തർഫും ഹിസ്സിയ് ജാമി അഖ്ലിയ്. നഹ്വു വആയത്തുൽ ലഹുമുൽ ലൈലു നസ്ലഹു മിന്നുൻ നഹാറ എന്ന് പറഞ്ഞു. വായത്തുൽ ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തം, അല്ലൈലു രാത്രിയാണ്. എങ്ങനെയുള്ള രാത്രി? നസ്ലഹു മിന്നുൻ നഹാറ, ആ രാത്രിയിൽ നിന്ന് പകലിനെ നാം ഊരിയെടുക്കുന്നു എന്ന് പറഞ്ഞു. രാത്രിയിൽ നിന്ന് പകലിനെ നാം ഊരിയെടുക്കുന്നു, അതാണ് ഇപ്പൊ പറഞ്ഞത് അല്ലേ? അപ്പൊ പകലിനെങ്ങനെ ഊരിയെടുക്കല്? അതാണ് നമ്മുടെ വിഷയം. നസ്ലഹു മിന്നുൻ നഹാറ, രാത്രിയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ രാത്രിയുടെ ഇരുട്ടിന്റെ സ്ഥലത്തിൽ നിന്ന്. രാത്രിയുടെ ഇരുട്ടിന്റെ സ്ഥലം ഏതാ? ഭൂമി അല്ലെങ്കിൽ വായുമണ്ഡലം. അപ്പോൾ രാത്രിയിൽ നിന്ന് നാം ഊരിയെടുക്കുന്നു എന്ന് പറഞ്ഞാൽ രാത്രിയുടെ ഇരുട്ടിന്റെ ആ ഭാഗത്ത് നിന്ന്, അത് ഭൂമിയോ വായുമണ്ഡലമോ, അവിടെയാണല്ലോ ഇരുട്ടുണ്ടാവര്. ആ ഇരുട്ടിൽ നിന്ന് നാം വലിച്ചൂറുന്നു. അന്നഹാറ, പകലിനെ എന്ന് പറഞ്ഞാൽ പകലിന്റെ വെളിച്ചത്തിനെ എന്നാ. പകലിന്റെ വെളിച്ചത്തിനെ, അതാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ അപ്പൊ രാത്രിയിൽ നിന്ന് ഊരിയെടുക്കുന്നു പകലിനെ എന്നാ പറഞ്ഞത്. അപ്പൊ നസ്ലഹൂദ് പറഞ്ഞു, അവിടെയാണ് ഇസ്തിആറത്ത്. അപ്പൊ രാത്രിയാണ്. നസ്ലഹു മിന്നുൻ നഹാറ, ആ രാത്രിയിൽ നിന്ന്, ഐ അൻ മക്കാനി ദുൽമത്തിഹി, ഐ അനിൽ മക്കാനിൽ ലദീ ഫീഹി ദുൽമത്തുഹു, ഫമിൻ ബിമാന അൻ അല്ലത്തി ലിൽ മുജാവസത്തി അലാ ഹദ്ദി ഖൗലിഹി തആല ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്. അപ്പോൾ ഫിൽ കലാമി ഹദഫു മുദാഫൈനി, രണ്ട് മുദാഫിനെ കളയിലുണ്ട്. ഏത്? മിൻഹു എന്ന് പറഞ്ഞു കൊടുത്ത്. മിന്നിന് അന്നിന്റെ മാന, ഐ അൻ മക്കാനി ദുൽമത്തിഹി എന്നർത്ഥം. മിന്നു എന്ന് പറഞ്ഞാൽ ഐ അൻ മക്കാനി ദുൽമത്തിഹി, മക്കാനിനെയും കളഞ്ഞു ദുൽമത്തിനെയും കളഞ്ഞു. രാത്രിയുടെ ഇരുളിന്റെ സ്ഥലത്തിൽ നിന്ന് എന്ന് വെക്കണം. അന്നഹാറ, പകലിനെ,
പകലിനെ എന്ന് പറഞ്ഞാൽ പകലിന്റെ വെളിച്ചത്തിനെ ഊരിയെടുക്കുന്നു. ഇവിടെ നോക്ക്, ഫൈനൽ മുസ്തആറ മിന്നു, തീർച്ചയായിട്ടും മുസ്തആർ മിന്നു മഅന സൽഹി, സൽഹിന്റെ മഅനയാണ് മുസ്തആർ മിന്നു. സൽഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? കസ്തുൽ ജിൽദി അൻ നഹ്വി ഷാത്തി, ആട് പോലത്തതിൽ നിന്ന് തോല് ഊരലാണ്, നീക്കം ചെയ്യലാണ്. അതാണ് സൽഹിന്റെ ഹഖീഖിയ മഅന. വൽ മുസ്തആറു ലഹു കശ്ഫുൽ ലൗഇ അൻ മക്കാനിൽ ലൈലി, രാത്രിയുടെ ഇരുട്ടിന്റെ മക്കാനിൽ നിന്ന് പ്രകാശത്തെ നീക്കലാണ്. അതാണ് മുസ്തആറു ലഹു. അപ്പോ മുസ്തആറു ലഹുവായ കശ്ഫുൽ ലൗഇന് മുസ്തആർ മിന്നുവിന്റെ ലഫ്ളായ കസ്തുൽ ജിൽദിനെ ഇസ്തിആറത്ത് നടത്തി. എന്നിട്ട് നസ്ലഹു എന്ന് പറഞ്ഞു. അപ്പൊ നസ്ലഹുവിന്റെ വൃത്തമായ എന്താണ്? നക്ഷിഫു എന്നാണ്. നക്ഷിഫു മിന്നു നഹാറ, അന്നഹാറ എന്ന് പറഞ്ഞാൽ ലൗ അന്നഹാരി എന്നർത്ഥം. പിന്നെ അൻ മക്കാനിൽ ലൈലി, രാത്രിയുടെ മക്കാനിൽ നിന്ന് കശ്ഫുൽ ലൗ ആണ്, ലൗവിനെ നീക്കുക. രാത്രിയുടെ മക്കാനിൽ നിന്ന് എന്ന് പറഞ്ഞാൽ രാത്രിയുടെ ഇരുളിന്റെ മക്കാനിൽ നിന്ന്. അതെന്താണ്? വായുമണ്ഡലം അല്ലെങ്കിൽ ഭൂമി. പിന്നെന്താണ്? വഹുവ മൗളിഉ ഇൽഖാഇ ലില്ലിഹി, ഈ രാത്രിയുടെ മക്കാന് എന്ന് പറഞ്ഞാൽ ഏതാണത്? രാത്രിക്ക് അങ്ങനെ മക്കാൻ ഉണ്ടാവൂലല്ലോ. വഹുവ മൗളിഉ ഇൽഖാഇ ലില്ലിഹി, രാത്രിയുടെ മക്കാൻ എന്ന് പറഞ്ഞാൽ രാത്രിയുടെ ഇരുള് സംഭവിക്കുന്ന സ്ഥലം. അതാണ് വായുമണ്ഡലം എന്നൊക്കെ പറഞ്ഞത്. രാത്രിയുടെ ഇരുള് സംഭവിക്കുന്ന സ്ഥലം. അപ്പൊ മുസ്തആർ ലഹു കശ്ഫുൽ ലൗ ആണ്. മുസ്തആർ മിൻഹു ഏതാണ്? കശ്ഫുൽ ജിൽദാണെന്നാണ് ഇപ്പൊ പറഞ്ഞത്. പിന്നെ അടുത്തത്, ഇവിടൊക്കെ ഹവാശികളൊക്കെ ശരിക്കും നോക്കണം. വഹുവായി മക്കാനുൽ ലൈല് മൗളിഉ ഇൽഖാഇ ലില്ലിഹി, രാത്രിയുടെ നിഴല് സംഭവിക്കുന്ന സ്ഥലം. വഹുമാ ഹിസ്സിയാനി, ഏത്? ഈ കശുത്തും കശുഫും ഇസ്സിയാണ്. കശുഫും കസ്തും ഇസ്സിയാനി എന്ന് പറഞ്ഞാൽ അതൊക്കെ മസ്തരിയായ മാനയാണല്ലോ. അതെങ്ങനെയാണ് ഇസ്സി? ആ കഷ്ട് കൊണ്ട് ഹാസിലായത്, ഹാസിലും ബിൽ മസ്തർ ഹിസ്സിയാണ് എന്നർത്ഥം. കഷ്ട് കശുഫ് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇസ്സി അല്ല, അത് അഖിലിയാണ്. കാരണം ഇസ്സു കൊണ്ട് മസ്തരിയായ മായനയെ ഇദ്രാക്ക് ചെയ്യൂല. കഷ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഊരല്. കശ്ഫ് എന്ന് പറഞ്ഞാൽ എന്താ? നീക്കല്. ഇത് രണ്ടും മസ്തരിയായ മായനയാണ്. അപ്പോ പിന്നെ അത് രണ്ടും ഇസ്സിയാണെന്ന് പറഞ്ഞാൽ അൽഹാസിൽ ബിൽ മസ്തർ ഇസ്സിയാണ് എന്നർത്ഥം. ഈ നീക്കലുകൊണ്ട് ആസിലാകുന്ന സംഗതി ഹിസ്സിയാണ്. നീക്കലുകൊണ്ട് ആസിലാകുന്ന എന്താണ്? ഇരുട്ട്. അതുപോലെ തന്നെ തൊലി ഊരലുകൊണ്ട് ആസിലാകുന്ന എന്താണ്? ലഹമ്. ഈ ലഹമും ഇരുട്ടും എന്നാണ് ഹിസ്സിയാണ്. ഹാസിലും ബിൽ മസ്തർ ഹിസ്സിയാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. വൽ ജാമിഉ, ജാമി ആകുന്നത് മാ യുഅക്കലു, വൽ ജാമിഉ മാ ഒന്നാണ്, യുഅക്കലു ആ ഒന്നിനെ അക്കല് കൊണ്ട് ഇദ്റാക്ക് ചെയ്യപ്പെടുന്ന ഒന്നാണ്. അതെന്താ? മിൻ തറത്തുബി അംദിൻ അലാ ആഖറ, ഒരു കാര്യം മറ്റൊരു കാര്യത്തിന്റെ മേൽ തുടർന്ന് വരലിനാൽ. കഷ്ട് കൊണ്ട് എന്തു വന്നു? മറ്റൊരു കാര്യം ഹാസിലായി. അതുപോലെ പിന്നെ കശ്ഫ് കൊണ്ടും മറ്റൊരു കാര്യം ഹാസിലായി. അതാണ് ജാമി. രണ്ടിലെന്തുണ്ട്?
ഒന്നിന്റെ മേൽ മറ്റൊന്ന് തുടർന്നു വരുന്നുണ്ട്, അത് രണ്ടിനുമുണ്ട്. അതാണ് ജാമി. അത് മസ്ത്രിയാമായനെയാണ്, അത് അഖിലിയാണ്. ഐ ഉസൂലിഹി അഖീബ ഹുസൂലിഹി എന്നർത്ഥം. ഒരു കാര്യം ആദ്യം പറഞ്ഞ തറത്തുബ് അമ്ര് എന്ന് പറഞ്ഞില്ലേ, ആ അമ്ര് ഹാസിലാവലിനാൽ അഖീബ ഹുസൂലിഹി മറ്റൊരു കാര്യം ഹാസിലാവലിന്റെ മേൽ, മറ്റൊന്നിന്റെ മേൽ ഒരു കാര്യം തുടർന്നു വരിക. കഷ്ട് കൊണ്ട് എന്തുണ്ടായി? ലഹമ് തുടർന്നു വന്നു. കശ്ഫുൽ കൊണ്ടോ ഇരുട്ടും. മനസ്സിലായില്ലേ? ദായിമായിട്ട് തുടർന്ന് വരിക അല്ലെങ്കിൽ വാലിബിലും. അത് ഏതുപോലെ തറത്തുബി ലുഹൂരിൽ ലഹ്മി കണ്ടോ, ലഹ്മിന്റെ ലുഹൂർ, അതാണ് ലഹ്മിന്റെ ലുഹൂർ തുടർന്നു വരും പോലെ അനിൽ കശ്ഫി അലൽ കഷ്തി, കഷ്ടിന്റെ മേലില്. അത് മുസ്തആർ മിൻഹൂല്. ഓ തറത്തുബി ലുഹൂരിൽ ഉൽമത്തി, ഇരുട്ട് ലാഹിറാവൽ തുടർന്നു വരും പോലെ അലാ കശ്ഫിൽ ലൗഇ, ലൗഇനെ നീക്കലിന്റെ മേൽ. അപ്പൊ കശ്ഫുൽ ലൗഇന്റെ മേൽ, കശ്ഫുൽ ലൗഇന്റെ ഹുസൂലിന്റെ ഉടനെ, കശ്ഫുൽ ലൗഇന്റെ ഹുസൂലിന്റെ ഉടനെ ലുഹൂറുൽ ഉൽമത്ത് ഹാസിലായി കേട്ടോ. അലാ കശ്ഫിൽ ലൗഇ അൻ മക്കാനിൽ ലൈലി, രാത്രിയുടെ മക്കാനിൽ നിന്ന്. വത്തറത്തുബു, ഒന്നിന്റെ മേൽ ഒന്ന് തുടർന്നു വരൽ എന്നത് അമ്രുൻ അഖ്ലിയുൻ, അഖ്ലിയായ അമ്രാണ്. ഓ ബയാനു ദാലിക, ഇതിന്റെ ബയാന് ഏത്? ഇവിടെ ദസൂക്കി 695. ഐ വ ബയാനു തറത്തുബി ലുഹൂരിൽ ഉൽമത്തി അലാ കശ്ഫിൽ ലൗഇ അൻ മക്കാനിൽ ലൈലി, രാത്രിയുടെ മക്കാനാകുന്ന വായുമണ്ഡലത്തിൽ നിന്നിട്ടോ ഭൂമിയിൽ നിന്നോ പ്രകാശത്തിനെ നീക്കലിന്റെ മേൽ ളുൽമത്ത് ലാഹിറാവൽ എന്നത് തുടർന്നു വരുന്നതിന്റെ ബയാൻ. അല്ലെങ്കിൽ ഇങ്ങനെയും വെക്കാം, ഒഫീസിം ഐ വ ബയാനു തശ്ബീഹി. ഇവിടെ ആദ്യം പറഞ്ഞത് എന്താണോ ബയാനു ദാലിക, ഐ വ ബയാനു തറത്തുബി ലുഹൂരിൽ ഉൽമത്തി അലാ കശ്ഫിൽ ലൗഇ അൻ മക്കാനിൽ ലൈലി, രാത്രിയുടെ മക്കാനാകുന്ന ഭൂമിയിൽ നിന്നിട്ടോ അല്ലെങ്കിൽ വായുമണ്ഡലത്തിൽ നിന്നിട്ടോ പ്രകാശത്തിനെ നീക്കുന്നതോടുകൂടെ ളുൽമത്ത് ലാഹിറാവൽ എന്നത് തുടർന്ന് വരുന്നതിന്റെ ബയാൻ. ഒഫീസിം ഐ വ ബയാനു തശ്ബീഹി ബൈന കശ്ഫിൽ ജിൽദി വ കശ്ഫിൽ ലൗഇ അൻ മക്കാനി ളുൽമത്തിൽ ലൈലി, കശ്ഫുൽ ജിൽദിന്റെ ഇടയിലും കശ്ഫുൽ ലൗഇ അൻ മക്കാനി ളുൽമത്തിൽ ലൈലിന്റെ ഇടയിലും തശ്ബീഹാക്കുന്നതിന്റെ ബയാൻ. ഏതായാലും ഒന്ന് തന്നെ, അതിന്റെ ബയാനാ പറയുന്നത്. എന്താണ് ബയാൻ? അന്നൽ ളുൽമത്ത ഹിയൽ അസ്ലു, ളുൽമത്താണ് അസ്ല്, അത് ആരിലായി വരുന്ന സംഭവം അല്ല, അത് അസ്ലിൽ മൗജൂദാണ് ളുൽമത്ത്. വന്നൂറു, നൂറ് താരിൻ അലൈഹ, ഈ ളുൽമത്തിന്റെ മേൽ പുതുതായി വരുന്നതാണ്. ആര്? നൂറ്. യസ്തുറുഹ, ആ നൂറ് ഈ ളുൽമത്തിനെ മറക്കും. ബിലൗഇഹി, അതിന്റെ പ്രകാശം കൊണ്ട്. ഫഇദാ വറബത്തി ശംസു, ശംസങ്ങോട്ട് അസ്തമിച്ചാൽ ഫഖദ് സുരിഹൻ നഹാറു, നഹാറിനെ ഊരപ്പെട്ടു, അതായത് നീക്കി എന്നർത്ഥം. ഊരൽ ഇവിടെ എല്ലാം നീക്കലാണുള്ളത്. സൽഹിനെ ഇസ്തിയാർത്ത് നടത്തിയതാണല്ലോ. നഹാറിനെ ഊരപ്പെട്ടു, മിനൽ ലൈലി, രാത്രിയുടെ മക്കാനിൽ നിന്ന്. ഐ കുശിത്ത വ ഉസീല, അതിനെ നീക്കപ്പെട്ടു. വ ഉസീല, ഏതുപോലെ നീക്കപ്പെട്ടു? അത് മുശബ്ബഹ് ബിഹീനെ വിവരിക്കാണ്. കമാ യുകുശഫു അനി ശൈഇ
അശ്ശൈഉ ത്വാരി അലൈഹി, ഒരു ഷെയ്ഇനെ തൊട്ട് മറ്റൊരു ഷെയ്ഇനെ നീക്കും പോലെ. ഉള്ളിയിൽ നിന്ന് ആ ഉള്ളിന്റെ തോല് നീക്കുക. എങ്ങനത്തെ ഷെയ്ഇ? നീക്കപ്പെടുന്ന ഷെയ്ഇ അത്താരി അലൈഹി, ആ ഒന്നാം ഷെയ്ഇന്റെ മേൽ വന്നുകൂടിയതായ ഒരു ഷെയ്ഇനെ നീക്കുക മറ്റൊരു ഷെയ്ഇനെ തൊട്ട്. എങ്ങനത്തെ വന്നുകൂടിയ ഷെയ്ഇ? അസാത്തിറു, മറക്കുന്നത്, ലഹു, ആ ഷെയ്ഇനെ, ആദ്യം പറഞ്ഞ ഷെയ്ഇനെ. അപ്പൊ ആദ്യം പറഞ്ഞ ഷെയ്ഇനെ മറക്കുന്ന, അതിന്റെ മേൽ വന്നുകൂടിയതായ ഒരു ഷെയ്ഇനെ തൊട്ട് നീക്കും പോലെ ശംസ് അസ്തമിച്ചു കഴിഞ്ഞാൽ രാത്രിയിൽ നിന്ന് പകലിനെ നീക്കി. അപ്പോ കശ്ഫുൽ ലൗഇനക്ക് കശ്തുൽ ജിൽദിനെ വായ്പ വാങ്ങി. ഫജ്ഇല, അപ്പോ ആക്കപ്പെട്ടു, ളുഹൂറുൽ ളുൽമത്തി ബഅദ ദഹാബി ലൗഇൻ നഹാരി, നഹാറിന്റെ പ്രകാശം പോയതിന്റെ ശേഷമുള്ള ളുൽമത്തിന്റെ ളുഹൂറിനെ ആക്കപ്പെട്ടു. ഊരിയപ്പോൾ നഹാറിന്റെ പ്രകാശം പോയല്ലോ, അതിന് ശേഷം വന്ന ളുൽമത്തിന്റെ ളുഹൂറിനെ ആക്കപ്പെട്ടു. ബി മൻസിലത്തി ളുഹൂരിൽ മസ്ലൂഹി, തൊലി ഊരപ്പെട്ട ഒരു വസ്തു ലാഹിറാവുന്നതിന്റെ സ്ഥാനത്തിറക്കി. ബഅദ സൽഹി ഇഹാബിഹി അൻഹു, ആ മസ്ലൂഹിന്റെ തോലിനെ ആ മസ്ലൂഹിനെ തൊട്ട് ഊരിയതിന് ശേഷം. കേട്ടോ? വഹീനഇദിൻ, അങ്ങനെയാകുമ്പോൾ, വഹീനഇദിൻ, അങ്ങനെയാകുന്ന സമയത്ത്. എങ്ങനെ? സൽഹിനെ കശ്ഫുൽ ലൗഇന്റെ മഅനാക്കാക്കി. സൽഹ് എന്ന് പറഞ്ഞാൽ എന്താക്കി ഇവിടെ അർത്ഥം? പ്രകാശത്തെ ഊരുക, നീക്കുക എന്നാക്കി. അങ്ങനെയാകുമ്പോൾ സഹ ഖൗലുഹു തആല, അല്ലാഹു തആലാന്റെ ഖൗല് സഹിയായി. ഫഇദാഹും മുദ്ലിമൂൻ, ഫഇദാഹും മുദ്ലിമൂൻ എന്ന ഖൗല് സഹിയായി. എന്താ? ഫാ തഅക്കീബിലേക്കാണ്. ഇതാ ഒന്നിന്റെ ശേഷം മറ്റൊന്ന് ഉടനെ വരലാണ്. അപ്പോൾ പെട്ടെന്ന് അവർ ഇരുട്ടിൽ അകപ്പെട്ടു. കാരണം ലി അന്നൽ വാക്കിഅ അക്കീബ ദഹാബിൽ ലൗഇ, ദഹാബുൽ ലൗഇന്റെ ഉടനെ, ലൗ പോയ ഉടനെ സംഭവിക്കുന്നത് എവിടത്തിൽ നിന്ന് ലൗ പോവുക? അൻ മക്കാനിൽ ലൈലി, രാത്രിയുടെ ഇരുട്ടിന്റെ മക്കാനിൽ നിന്ന്. മക്കാൻ ഏതാ? ഭൂമി അല്ലെങ്കിൽ വായുമണ്ഡലം. ആ വായുമണ്ഡലത്തിൽ നിന്ന്, രാത്രിയുടെ ഇരുട്ടിന്റെ സ്ഥലമായ ഭൂമിയോ വായുമണ്ഡലമോ, അതിൽ നിന്ന് പ്രകാശം പോയ ഉടനെ സംഭവിക്കുന്നത് ഉവൽ ഇദ്ലാമു, അതേതാണ്? ഇദ്ലാമാണ് എന്നാണ് പറയുന്നത്. കേട്ടോ? അവിടെ ഇപ്പോൾ പിന്നെ മക്കാനുല്ലയിലിൽ നിന്ന് ലൗ പോയ ഉടനെ സംഭവിക്കുന്നത് ഇദ്ലാമാണ് എന്ന് പറഞ്ഞു. ആ അടിസ്ഥാനത്തിൽ ഫജുഇല ളുഹൂറുൽ ളുൽമത്തി ബഅദ ദഹാബിൽ ലൗഇൻ നഹാരി ബി മൻസിലത്തി ളുഹൂരിൽ മസ്ലൂബ് ബഅദ സൽഹി യാബിൻ വഹീനഇദിൻ സഹ ഖൗലുഹു എന്നുണ്ട് അല്ലേ? വഹീനഇദിൻ, ആ സമയത്ത്. ഏത് സമയത്ത്? സൽഹിനെ കശ്ഫുൽ ലൗഇന്റെ മഅനാക്കാക്കിയ സമയത്ത്. സഹ ഖൗലുഹു തആല, അല്ലാഹുവിന്റെ ഖൗല് സഹിയായി. ഫഇദാഹും മുദ്ലിമൂൻ, അന്നേരത്ത് അവര് ഇരുട്ടിൽ അകപ്പെട്ടിട്ടുണ്ട്. കാരണം എന്നിട്ട് പറയുന്നതാണത്. ലിഅന്നൽ വാഖിയ അഖീബ ദഹാബിൽ ലൗഇ അൻ മക്കാനിൽ ലൈലി വൽ ഇദ്ലാമൂൻ. അപ്പോൾ ഇദ്ഹാബുൽ ലൗഇന്റെ ഉടനെ സംഭവിക്കുന്നത് ഇദ്ലാമാണെന്ന് പറഞ്ഞപ്പോൾ
അവിടെ ഒരു ഇഷ്കാലുണ്ട്. ഇദ്ഹാബിന്റെ സമാന് തന്നെയാണല്ലോ ഇദ്ലാമിന്റെ സമാന്. അപ്പോ ഇദ്ഹാബിന്റെ സമാനിന്റെ ശേഷമല്ല ഇദ്ലാമിന്റെ സമാൻ വരുന്നത്, രണ്ടും ഒന്ന് തന്നെയാണ്. അതിന് മറുപടി പറയാനുള്ളത്, സംഗതി അവിടെ എന്താണ്? ഇദ്ഹാബ് അല്ലെങ്കിൽ ദഹാബ്. ഇവിടെ പറഞ്ഞത് എന്താണ്? ദഹാബ് എന്നാ പറഞ്ഞത് അല്ലേ? فجعل ظهور الظلمة وحينئذ صح قوله فإذا هم مظلمون لأن الواقع عقب ذهاب الضوء هو الإظلام. ദഹാബുൽ ലൗവിന്റെ ഉടനെ സംഭവിക്കുന്നത് ഇദ്ലാമാണ്. അവർ ഇഷ്കാലിൽ ദഹാബുൽ ലൗ തന്നെയാണല്ലോ ഇദ്ലാമ്. രണ്ടും മുസാഹബത്താണല്ലോ ഉള്ളത്, ഒന്നിന്റെ ശേഷമല്ലല്ലോ മറ്റത്. അതിന് ഒന്ന് ഇല്ലത്തും ഒന്ന് മഅലൂലുമാണ്. സമാനിൽ ഇവിടെ എന്തില്ല? തെർത്തീബും തഅക്കീബും ഇല്ലെങ്കിലും റുത്ബയിൽ എന്തുണ്ട്? തെർത്തീബും തഅക്കീബും ഉണ്ട്. കാരണം ദഹാബുൽ ലൗ ഇല്ലത്താണ് ഇദ്ലാമിന്. അപ്പോ റുത്ബയിൽ ഇല്ലത്തിന് തഖദ്ദുമുണ്ട്, മഅലൂലിന് തഅഖുറുമുണ്ട്. അപ്പൊ റുത്തബിയായ തെർത്തീബും തഅക്കീബും ഇവിടെ ഉണ്ട് കേട്ടോ. സമാനിൽ എന്തില്ല? സമാനിലില്ലെങ്കിലും സമാനിൽ ഇവിടെ തറത്തുബ് തെർത്തീബില്ലെങ്കിലും റുത്ബയിൽ തെർത്തീബുണ്ട്. ആ നിലക്കാണ് സഹിയായി എന്ന് പറഞ്ഞത്. ഏതുപോലെ മുഅരിഫും മുഅറഫും തമ്മിലുള്ള തഖദ്ദുമു തഅഖുർ പോലെ മുഅരിഫ് ഉള്ള ആ സമാനിൽ തന്നെ മുഅറഫ് ഉണ്ടാവും. അവിടെ സമാനിൽ തെർത്തീബും തഅഖുറും ഇല്ല. അതേ സമയത്തിൽ റുത്ബയിൽ തഅഖുറുണ്ട് മുഅറഫിന് മുഅരിഫിനേക്കാൾ. ഇവിടെ സഹിയാകാൻ എന്ത് മതി? സഹിയാകാൻ റുത്ബയിൽ തെർത്തീബും തഅക്കീബും ഉണ്ടായാൽ മതി. ഫൈദാഹും മുദ്ലിമൂൻ ലിഅന്നൽ വാഖിയ അഖീബ ദഹാബിൽ ലൗഇ. ലൗ പോയ ഉടനെ സംഭവിക്കുന്നത് അൻമക്കാനില്ലി ഹുവൽ ഇദ്ലാമാണ്. ഇനി വഅമ്മ അലാമ ദുക്ര ഫിൽ മിഫ്താഹി. അപ്പോൾ മിഫ്താഹിൽ പറഞ്ഞതനുസരിച്ച് എന്താ? മിൻ അന്നൽ മുസ്തആറ ലഹു, മുസ്തആർ ലഹു ളുഹൂറുൻ നഹാറാണ് എന്നാണ് സക്കാക്കി പറഞ്ഞത്. ഇവിടെ മുസന്നിഫ് പറഞ്ഞതോ മുസ്തആർ ലഹു കശ്ഫുൽ ലൗ ആണ്. മിഫ്താഹിൽ പറഞ്ഞത് മിൻ അന്നൽ മുസ്തആറ ലഹു ളുഹൂറുൻ നഹാരി, നഹാർ ലാഹിറാവുക, മിൻ ദുൽമത്തിൽ ലൈലി, രാത്രിയുടെ ഇരുളിന്റെ മക്കാനിൽ നിന്ന്. മക്കാന് നട കൂട്ടി കൊടുക്കണം. നഹാറ് ലാഹിറാവുക, അതാണ് മുസ്തആർ ലഹൂന. അപ്പൊ എങ്ങനെ അർത്ഥം വെക്കണം? നസ്ലഹു മിൻഹു, ആ രാത്രിയിൽ നിന്ന് നമ്മൾ വെളിവാക്കും, അന്നഹാറ, പകലിനെ വെളിവാക്കും എന്നാകും അർത്ഥം മിഫ്താഹിൽ സക്കാക്കി പറഞ്ഞതനുസരിച്ച്. മുസ്തആർ ലഹു ളുഹൂറുൻ നഹാറാകുമ്പോൾ കസ്തുൽ ജിൽദ് അത് മുസ്തആർ മിന്നു, അതിൽ തർക്കമില്ല. പക്ഷെ മുസ്തആർ ലഹൂന് സക്കാക്കി പറഞ്ഞത് എന്താണ്? ഇപ്പോൾ മുസന്നിഫ് പറഞ്ഞത് എന്താണ്? നസ്ലഹു മിന്നു, രാത്രിയിൽ നമ്മൾ ഊരും പകലിനെ ഊരി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുട്ടാണ്. ഫൈദാഹു മുദ്ലിമൂൻ, ശരിയായി. അപ്പൊ പിന്നെ ഊരലോട് കൂടെ തന്നെ ഇരുട്ടുണ്ടാവുണ്ടല്ലോ. ഫൈദാഹു എന്ന് പറഞ്ഞാൽ ഫാവും ഇതയും തെർത്തീബിനുക്കും തഅക്കീബിനുക്കും. ഇത വന്ന് എടുക്കുമ്പോൾ തഅക്കീബും തഅക്കീദ് കൂടി. ഫാവ് മാത്രമായാൽ സന്ദർഭത്തിന് അനുസരിച്ചുള്ള തെർത്തീബ് തഅക്കീബാണ്. ഇതാ വന്നതോടുകൂടെ തഅക്കീബിന് തഅക്കീദ് കൂടിയല്ലോ.
അപ്പോ മുസന്നിഫ് പറഞ്ഞതനുസരിച്ച് പകലിനെ ഊരിയെടുക്കുകയാണ്. അപ്പോൾ തന്നെ രാത്രിയിൽ അവരകപ്പെട്ടു. അപ്പോൾ അവിടെ ഊരലും ഇരുളും ഒരുമിച്ചാണല്ലോ ഉണ്ടാകല്. അപ്പൊ പിന്നെ ഫാവും ഇതയും ശരിയാകുമോ? അതിനാണ് നേരത്തെ പറഞ്ഞത് റുത്തുബയിൽ തെർത്തീബുണ്ട്. സെൽഹ് ഈ പകലിനെ ഊരൽ ഇല്ലത്താണ് ഇദ്ലാമുണ്ടാകാൻ. സമാന് ഒന്നാണെങ്കിലും പിന്നെ റുത്തുബയിൽ എന്തുണ്ട്? ഒന്നിന്റെ ശേഷമാണ് ഒന്നുണ്ടാകുന്നത് എന്ന് പറഞ്ഞത്. ഇനി അമ്മ അലാമ ദുക്രഫിൽ മിഫ്താഹിൽ പറഞ്ഞതനുസരിച്ച് എന്ത്? മിന്നന്നൽ മുസ്തആറലഹു ലുഹൂറുന്നഹാറാണ് മിൻ ദുൽമത്തിൽ ലൈലി. അപ്പൊ എന്താകും അർത്ഥം? നസ്ലഹു മിന്നുന്നഹാര, രാത്രിയിൽ നിന്ന് പകലിനെ നമ്മൾ പുറത്തു വെളിവാക്കുന്നാകും. വെളിവാക്കുമ്പോ പകലാണല്ലോ ഉണ്ടാകുക. ഫീഹി ഇഷ്കാലുൻ, അപ്പോൾ ഈ ഫൈദാഹു മുദ്ലിമുൻ എന്നതിൽ ഇഷ്കാലുണ്ട്. കാരണം എന്താ? പകലിനെ വെളിയാക്കുമ്പോൾ അവരെങ്ങനെ ഇരുട്ടിലാവുക? അവർ വെളിച്ചത്തിലല്ലേ ആവുള്ളൂ. കാരണം അന്നൽ വാക്കിയ ബഅദഹു, പകലിനെ വെളിവാക്കിയതിന്റെ ശേഷം സംഭവിക്കുന്നത് ഇന്നമാഹുൽ ഇബ്സാറുവാണല്ലോ. പകലിനെ വെളിവാക്കും. പകലിനെ വെളിവാക്കിയാൽ അവർ പകലിലാണ് അകപ്പെടുക, ഇരുട്ടിലല്ല. ദൂനൽ ഇദ്ലാമി. ഇനി അവിടെ തഅ്വീൽ ചെയ്തിട്ടുണ്ട് ചിലര്. എന്താണ്? വഹാവല ബഅദുഹും, ചിലര് ഇവിടെ എന്താണ് ഉപയോഗിച്ചിട്ടുണ്ട്, കരുതിയിട്ടുണ്ട്. ആ തൗഫീഖ ബൈന കലാമൈനി, സക്കാക്കിയുടെയും മുസന്നിഫിന്റെയും രണ്ട് കലാമിന്റെ ഇടയിൽ യോജിപ്പിക്കല്ല. മുസന്നിഫ് പറഞ്ഞത് മുസ്തആറുലഹു കസ്ഫുൽ ലൗ ആണെന്ന, സക്കാക്കി പറഞ്ഞത് ലുഹൂറുന്നഹാറാണെന്ന. അതെങ്ങനെ? ബി ഹംദി കലാമിൽ മിഫ്താഹിന്റെ കലാമിനെ ഹംദ് ചെയ്തു അലൽ കൽബി, കൽബിന്റെ മേൽ. മിഫ്താഹിൽ പറഞ്ഞത് എന്താണ്? ലുഹൂറുന്നഹാരി മിൻ ദുൽമത്തിൽ ലൈലി. അതിനെ കൽബ് ചെയ്യുന്നെങ്ങനെ? ഐ ലുഹൂരി ദുൽമത്തിൽ ലൈലി മിനൻ നഹാരീന. അപ്പോ അതിലുള്ളതല്ല ഇതിലുണ്ട്. ലുഹൂറുന്നഹാരി എന്ന് പറഞ്ഞ നഹാറിനെ പിന്തിച്ചു, മിൻ ദുൽമത്തിൽ ലൈല മിന്നു കൊടുത്തിട്ട് മിനൻ നഹാരി നാക്കി. ദുൽമത്തുൽ ലൈലിനെ മുന്തിച്ചു. അപ്പൊ എന്തായി? ലുഹൂറ് ദുൽമത്തുൽ ലൈലി മിനൻ നഹാരി നാക്കി. അത് കൽബിൽപ്പെട്ടതാണ്. കൽബ് സക്കാക്കി മുത്തലക്കൻ അംഗീകരിക്കുന്ന ആളുമാണ്. അല്ലെങ്കിൽ ഔബി അന്നൽ മുറാദ മിനൽ ലുഹൂരി അത്തമ്മീസു, ലുഹൂറിനാലുള്ള മുറാദ് തമ്മീസാക്കുക. അപ്പൊ നസ്ലഹു മിൻഹു, രാത്രിയിൽ നിന്ന് നമ്മൾ വേർതിരിക്കും പകലിനെ. പകലിനാണ് വേർതിരിച്ചാൽ പിന്നെ ഇരുട്ടായല്ലോ, അപ്പോൾ യോജിക്കും. ഔബി അന്നൽ ലുഹൂർ അഭിമാന സവാല്, അല്ലെങ്കിൽ ലുഹൂർ സവാലിന്റെ മാനാക്ക. അതെങ്ങനെ? നസ്ലഹു മിൻഹു, ആ രാത്രിയിൽ നിന്ന് നമ്മൾ നീക്കും, പോക്കും എന്നർത്ഥം. സവാൽ കമാഫി കൗലിൽ ഹമാസി വദാലിക അരിൻ യബ്ന റൈതതല്ലാഹിറൂ എന്ന് പറയും പോലെ. വദാലിക സംഭവം ആരിൻ ഐബാണ്. യബ്ന റൈതത്തിന്റെ മകനെ, ലാഹിറുൻ സായിലുൻ നീങ്ങിപ്പോകുന്ന ഐബാണ് കേട്ടോ. അപ്പൊ സവാലിന്റെ വായന ജാല യസാലു സവാൽ അല്ലേ, ജായില് ജാല സവാലിന്റെ മായന, ജായിലിന്റെ മായന അങ്ങനെയാ പറഞ്ഞത് ഇവിടെ. ബിമാന സവാൽ, ഉച്ച സമയം എന്ന് പറയില്ലേ, സവാൽ. 3 സാലുണ്ട്. സാല യസീലുണ്ട്, സാല യസൂലുണ്ട്, സാല യസാലു ഉണ്ട്. സാല യസാലു ഏതിൽപ്പെട്ടതാണ്? കാനഹവാത്തിൽപ്പെട്ടതാണ്. പിന്നെ അപ്പൊ പിന്നെ മുസ്തആറു ലഹു എന്താവും? സവാലു ലൗ ഇന്നഹാരി അൽദുൽമത്തിൽ ലൈലിനാവും. രാത്രിയുടെ ഇരുളിൽ നിന്ന് പകലിന്റെ പ്രകാശം നീങ്ങൽ. അപ്പോ
നഹാറിന്റെ നീങ്ങിയതിന്റെ ശേഷം എന്താ പറയുക, ഇസ്ലാമ് തന്നെയാണല്ലോ. അതാണ് ആ പറഞ്ഞത്. സവാലിന്റെ മായന ഹമാസിയിൽ പറഞ്ഞതുപോലെ വഫീ ഖൗലി അബീ ദുഐബ് വതിൽകാ ശക്കാത്തുൻ ളാഹിറുൻ അൻകിഹാറുഹാ. കണ്ടോ, വതിൽകാ സംഭവം അത് ശക്കാത്തുന്നൊരു ആവലാതി ബോധിപ്പിക്കലാണ്. ളാഹിറുൻ എങ്ങനത്തെ ആവലാതി? ളാഹിറുൻ അൻകിഹാറുഹ അതിന്റെ ഐബ് നിന്നെ തൊട്ട് പോകുന്നതാണ്. ഐ സായിലുൻ പോകുന്നതാണ്. അപ്പോ പോക്കും എന്നർത്ഥമായി. പകലിനെ പോക്കും. അപ്പൊ ഇനി ഇതിൽ തന്നെയാണല്ലോ ഉണ്ടാവുക. ഇനി മറ്റൊരു വിഷയം അല്ലാമ തങ്ങൾ പറയുന്നതാണ് ഈ വിവരിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. മുഖ്തസർ 279 പേജ് 391. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുക യാ മൻ ശറഹ സുദൂറനാ ലിതൽഖീസിൽ ബയാനി ഫീ ഇലാഹിൽ മആനി വനവ്വറ ഖുലൂബനാ ബിലവാമിഇ التبيان من مطالع المثاني ونصلي على نبيك محمد المؤيد دلائل إعجازه بأسرار البلاغة وعلى آله وأصحابه المحدثين قصبات السبق في مضمار الفصاحة والبراعة. പറഞ്ഞു വന്നത് ഇസ്തിആറത്ത്, മുസ്തആറു മിന്നു, മുസ്തആറു ലഹു, ജാമിഉ എന്നീ 3 കാര്യങ്ങളെ കണക്കിലെടുക്കലുകൊണ്ട് 6 ഖിസ്മാണ്. അതിൽ ഒന്നാമത്തെ ഖിസ്മ് 2 തറുഫ് ഹിസ്സിയാനിയാകുമ്പോൾ ജാമിഉ ഒന്നുകിൽ ഹിസ്സിയായിരിക്കും. അതാണ് ഒരു ഖിസ്മ്. അവിടെ മുസ്തആറ് മിൻഹു വലതുൽ ബഖറത്താണെന്നും മുസ്തആറ് ലഹു അല്ല അൽ ഹയവാനുല്ലദീ ഖലഖഹുല്ലാഹു തആല മിൻ ഹുദിയിൽ ഖിബ്തി ജാമിഉ ശക്ലാണ്, എല്ലാം ഹിസ്സിയാണെന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് 2 തറുഫ് ഹിസ്സിയാകുമ്പോൾ ജാമിഉ ഒരു പക്ഷേ അഖ്ലിയായിരിക്കും. ആ വിഷയത്തിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. രണ്ടാമത്തെ ഖിസ്മില് 2 തറുഫ് ഹിസ്സിയ്, ജാമിഉ അഖ്ലിയ്. അതിന് ഉദാഹരണം പറഞ്ഞത് വായത്തുല്ലഹുമുൽ ലൈലു നസിലഹു മിന്നുൻ നഹാറ എന്നാണ്. അവിടെ മുസ്തആറ് മിൻഹു, മുസ്തആറ് ലഹും ഹിസ്സിയാനി, ജാമിഉ അഖ്ൽ കൊണ്ട് ഇദ്റാക്ക് ചെയ്യപ്പെടുന്നതാണ് എന്നും ആണ് പറഞ്ഞത് അല്ലേ. അവിടെ മുസ്തആറ് മിന്നു സൽഹിന്റെ മഅനയാണ് എന്ന് പറഞ്ഞു. കശുത്തുൽ ജിൽദ് അൻ നഹ്വി ശാത്തി. മുസ്തആറ് ലഹു കശ്ഫുൽ ലൗ ആണ്. ജാമിഉ മാ യുവക്കലു മിൻ തറത്തുബി അംദിൻ അലാ ആഖറ എന്നാണ് പറഞ്ഞത്. അപ്പോൾ മുസ്തആറ് ലഹുവിനെ മുസന്നിഫ് പറഞ്ഞത് കശ്ഫുൽ ലൗ, പ്രകാശത്തെ നീക്കുക എന്നാണ്. അപ്പോ വായത്തുല്ലഹുമുൽ ലൈലു നസ്ലഹു മിന്നുൻ നഹാറ എന്നതിൻ്റെ അർത്ഥം അവർക്കുള്ള ആയത്ത് അല്ലൈലു രാത്രിയാണ്, നസ്ലഹു മിന്നു ആ രാത്രിയെ തൊട്ട് നമ്മൾ നീക്കും, അന്നഹാറ പകലിനെ നീക്കും. പകലിനെ നീക്കുമ്പോൾ ഫൈദാഹും മുസ്ലിമൂൻ അപ്പോൾ അവർ എന്താകും? ഇരുട്ടിൽ പ്രവേശിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫൈദാഹും മുസ്ലിമൂൻ എങ്ങനെ ശരിയായി? കശ്ഫുല്ലൗഇനോട് മുസാഹിബാണ് ഏത്? ദുഖൂലുൽ ഇദ്ലാബ്. അപ്പോൾ ഈ ഫൈദാഹും എന്ന തർത്തീബും ഫുജാഇയ്യത്തും അവിടെ ശരിയാകുമോ? ഫൈദാഹും മുസ്ലിം എന്ന് പറഞ്ഞാൽ നഹാറ് നീക്കി കഴിഞ്ഞിട്ടല്ലേ ഇരുട്ടാകാൻ പാടുള്ളൂ. പക്ഷേ നഹാറ് നീക്കലോടൊപ്പം, നഹാറിനെ അതിൽ നിന്ന് നീക്കലോട് ഒപ്പം ഇരുട്ട് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഫൈദാഹും മുസ്ലിമൂൻ എങ്ങനെ ശരിയായി? അത് കശ്ഫുൽ ലൗ അഥവാ നസ്അ്, കശ്ഫുൽ ലൗ ഇല്ലത്താണ്. എന്തിന്?
ഇദ്ലാമിന്റെ ഇദ്ഖാലിന്, അല്ലെങ്കിൽ ദുഹൂലിന് എന്നും പറയാം. ഇദ്ഖാലിനോടത്തൊക്കെ ദുഹൂലുണ്ടല്ലോ. അപ്പൊ ദുഹൂലുൽ ഇദ്ലാമിന് എന്ത് ഇല്ലത്താണ്. സംഗതി കശ്ഫുല്ലോഹിനോടൊപ്പമാണ് ദുഹൂലുൽ ഇദ്ലാമ് അല്ലെങ്കിൽ ദുഹൂലുൽ ളുൽമത്ത് ഉണ്ടാകുന്നതെങ്കിലും കശ്ഫുല്ലോഹ് ഇല്ലത്താണ്. എന്തിന്? ഇദ്ഖാലുൽ ളുൽമത്തിന് അല്ലെങ്കിൽ ദുഹൂലുൽ ളുൽമത്തിന് ഇല്ലത്താണ്. അപ്പോൾ റുത്തുബയിൽ അവിടെ എന്തുണ്ട്? തർത്തീബുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. എന്നിട്ട് പിന്നെ പറഞ്ഞു മിഫ്താഹിൽ സക്കാക്കി പറഞ്ഞത് മുസ്തആറു ലഹു ളുഹൂറുൻ നഹാറി മിൻ ളുൽമത്തിൽ ലൈലി എന്നാണ്. മുസന്നിഫ് പറഞ്ഞതോ കശ്ഫുൽ ലൗ അൻ മക്കാനിൽ ലൈലിനാണ് മുസ്തആറ്. സക്കാക്കി പറഞ്ഞത് ളുഹൂറുൻ നഹാറി മിൻ ളുൽമത്തിൽ ലൈലി, രാത്രിയുടെ ഇരുട്ടിൽ നിന്ന് നഹാറ് വെളിവാകൽ. അപ്പോൾ നഹാറ് വെളിവാകുമ്പോ അപ്പോൾ പിന്നെ ഇരുട്ടാകൂലല്ലോ, നഹാറ് വെളിച്ചല്ലേ ഉണ്ടാകുള്ളൂ. അതിനവരെ ചിലര് മുഹാവലത്ത് ചെയ്തു. എന്ത്? രണ്ട് കലാമിൻ്റെ ഇടയിൽ ഇഫ്താഹിന്റെ കലാമിനെ ഹംല ചെയ്തു കൽബിന്റെ പേരില്. അതായത് ളുഹൂറുൻ നഹാറി മിൻ ളുൽമത്തിൽ ലൈലി എന്നാണ് സക്കാക്കി പറഞ്ഞത്. അതിന് കൽബുണ്ട്. ളുഹൂറു നഹാർ എന്നുള്ളടത്ത് ളുഹൂറു ളുൽമത്തിൽ ലൈലി മിനൻ നഹാരിന്ന് കൽബുണ്ട്. അപ്പോൾ രണ്ടിലും ഇബാറത്ത് ഏറ്റക്കുറവില്ല. ളുഹൂറുൻ നഹാറി മിൻ ളുൽമത്തിൽ ലൈലി എന്ന് സക്കാക്കി പറഞ്ഞ അതിനെ കൽബ് ചെയ്തപ്പോൾ ളുഹൂറുൽ ളുൽമത്ത് ലൈലി മിനൻ നഹാരി ആകുമ്പോൾ ഈ കലിമത്തുകളിൽ അർഫുകളിൽ ഏറ്റക്കുറവില്ല. ഇരുട്ട് ലാഹിറാക. അപ്പോ പിന്നെ ഫൈദാഹും മുസ്ലിമും ശരിയാകും എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ളുഹൂർ കൊണ്ടുള്ള ഉദ്ദേശം തമ്മീസാണ്, അല്ലെങ്കിലോ സവാലിന്റെ മാനയാണ് എന്നെല്ലാം മറുപടി പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് അല്ലാമ സദറുദ്ദീൻ ശീറാസി പറഞ്ഞതാണ്. അദ്ദേഹം പറയുന്നത് വദക്കറൽ അല്ലാമത്തു ഫീ ശറഹിൽ മിഫ്താഹി, മിഫ്താഹിന്റെ ശറഹിൽ അല്ലാമ സദറുദ്ദീൻ ശീറാസി തങ്ങൾ അദ്ദേഹം പറഞ്ഞു. എന്താ പറഞ്ഞത്? അന്നസൽഹ, ഈ സൽഹ് നസിലഹു മിൻഹു അന്നഹാറ, ആ സൽഹ് കദ് യകൂനു ബിമാനൻ നസി, ചിലപ്പോൾ അത് നസിന്റെ മാനാക്കാകും. മിസ്ലു സലഖത്തുൽ ഇഹാബ അനിശാത്തി, തോലിനെ ഞാൻ ഊരി ആടിനെ തൊട്ട്. അപ്പൊ എന്തായി? തോലിട് പോന്നപ്പോൾ ആടിന്റെ ലഹബ് ഇങ്ങോട്ട് എന്തായി? വെളിവായി. അപ്പൊ അവിടെ ഊരി എന്നാണ് അർത്ഥം. വഖദ് യകൂനു ബിമാനൽ ഇഖ്റാജി, ചിലപ്പോൾ ഈ സൽഹ് ഇഖ്റാജിന്റെ മാനാക്കാവും. ലഹു സലഖത്തു ഷാത്ത, ആടിനെ പുറപ്പെടുവിച്ചു അനിൽ ഇഹാബി, തോലിൽ നിന്ന്. അപ്പൊ രണ്ട് മായനയുണ്ട് സൽഹിന്. അല്ലാമ ശിറാസി പറയാണ് രണ്ട് മായന. ഒന്ന് ഊരി എന്ന് പറയുമ്പോൾ സലഹത്തുൽ ഇഹാബ അനിഷാത്തി, ഇഹാബിനെ മുന്തിച്ച് പറയണം. തോലിനെ ഊരി ആടിനെ തൊട്ട്. അപ്പൊ എന്തായി? നസിലഹു മിൻഹു, രാത്രിയെ തൊട്ട് ഊരി, അന്നഹാറ, പകലിനെ ഊരി. പകലിനെ ഊരി എന്ന് പറയുമ്പോൾ അപ്പൊ പിന്നെ പകല് പോയി, പിന്നെ ഇരുട്ടായി എന്നർത്ഥം. ചിലപ്പോ ഇഖ്റാജിന്റെ മാനാക്ക്. അപ്പൊ എന്താണ്? സലഹത്തു ഷാത്ത, ആടിനെ പുറപ്പെടുവിച്ചു ഇഹാബിൽ നിന്ന്. ആ മാന വെക്കുമ്പോൾ, ഇവിടെ വെക്കുമ്പോൾ എങ്ങനെയായിന്നറിയോ? ഇനി പറയട്ടെ. ഫദഹബ സാഹിബുൽ മിഫ്താഹി, സാഹിബുൽ മിഫ്താഹ് പോയി ഇലസാനി, രണ്ടാം മായനയിലേക്ക് പോയി. അപ്പൊ എന്താ അർത്ഥം? നസിലഹു മിൻഹു, ആ രാത്രിയിൽ നിന്ന് നമ്മൾ പുറപ്പെടുവിക്കും, അന്നഹാറ, പകലിനെ പുറപ്പെടുവിക്കും എന്നായി.
രാത്രിയിൽ നിന്ന് പകലിനെ പുറപ്പെടുവിക്കും. അപ്പോൾ ഇവിടെ രാത്രിയിൽ നിന്ന് പകലിനെ പുറപ്പെടുവിക്കും എന്ന് പറയുമ്പോൾ രാത്രി എന്നുള്ളത് ലറുഫും നഹാറ് മലുറുഫും ആവും. രാത്രിയിലാണ് എന്തുള്ളത്? പകലുള്ളത്. ആ പകലിനെ നീ പുറപ്പെടുവിച്ചു. അപ്പോൾ എന്തായി? നഹാറ് മലുറുഫും രാത്രി ലറുഫുമായി. അത് പ്രശ്നമില്ല. മുസന്നിഫ് നേരത്തെ പറഞ്ഞതനുസരിച്ചോ? മുസന്നിഫ് നേരത്തെ പറഞ്ഞതനുസരിച്ച് ബയാനു ദാലിക്കാന്ന് നേരത്തെ പറഞ്ഞല്ലോ കേട്ടോ. ദുൽമത്താണ് അസില്. 100 അതിൻ്റെ മേൽ 100 താരിൻ അലൈഹ, അതായത് വെളിച്ചം പകല്. 100 എന്ന് പറഞ്ഞാൽ പകല്. യസ്തുറുഹ ബിളൗഇഹി. ഷാഹി നേരത്തെ പറഞ്ഞതനുസരിച്ച് ഈ നഹാറ് ലറുഫും നഹാറിലാണെന്നുള്ളത് രാത്രി ഉള്ളത്. കാരണം അസില് രാത്രിയാണ്. അസിലെന്താണ്? രാത്രിയാണ്, ദുൽമത്താണ്. അതിൻ്റെ മേൽ 100 വന്ന് പുതുതായി വന്നതാണ്. അപ്പം 100 ലറുഫായിട്ട് രാത്രി ലൈലെന്തായി? മലറൂഫായി. ഇങ്ങനൊരു വ്യത്യാസം അവിടെ ഉണ്ട്. ഷാരിഹി നേരത്തെ പറഞ്ഞതനുസരിച്ചും ഇപ്പോൾ അല്ലാമ പറയുന്നതനുസരിച്ചും. അതായത് മുസന്നിഫ് പറഞ്ഞതനുസരിച്ച് മാന വെക്കുമ്പോൾ നഹാറ് ലറുഫും ലൈല് മലറൂഫും ആകുന്നു. അല്ലാമ പറയുന്നതനുസരിച്ച് ലൈല് ലറുഫും നഹാറ് മലറൂഫും. കാരണം രാത്രിയിൽ നിന്ന് പകലിനെ പുറപ്പെടുവിച്ചു എന്നാണല്ലോ ആരർത്ഥം വെക്കുന്നത്? ഈ അല്ലാമ സക്കാക്കിക്ക് യോജിച്ചുകൊണ്ട് പറയുന്നത്. സക്കാക്കി പറഞ്ഞെന്താണ്? ലുഹൂറുൻ നഹാറി മിൻ ദുൽമത്തിൽ ലൈലി. അതായത് അവിടെ കൽബിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ ലുഹൂറിന് ഏത് മാന കൊടുക്കേണ്ടതുമില്ല, തമ്മീസ് എന്ന മാന കൊടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ സവാൽ എന്ന മാന കൊടുക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ അല്ലാമ പറയുന്നത്. ഇവിടെ ദസൂക്കി 498 കൗലുഹു ദക്കറൽ അല്ലാമ ആദാ ഇഷാറത്തുനില വജിഹിൻ റാബിയും. സക്കാക്കി മുസ്തആറി ലഹൂന് ലുഹൂറുൻ നഹാറി മിൻ ദുൽമത്തിൽ ലൈലി എന്ന് മുസ്തആറു ലഹൂനെ വ്യാഖ്യാനിച്ചതിൽ 4ാമത്തെ റോജിഹ്. 3 റോജിഹാണ് നേരത്തെ പറഞ്ഞത്. ഒന്ന് കൽബുണ്ട്, രണ്ടാമത്തത് ലുഹൂറിന് തെമ്മീസ് കൊണ്ട് തെമ്മീസാണ് മുറാദ്, അല്ലെങ്കിൽ സവാലിൻ്റെ മാനയാണ് മുറാദ് എന്നൊക്കെ പറഞ്ഞല്ലോ. ആ 3 കഴിഞ്ഞിട്ട് 4ാമത്തെ റോജിഹ് ലി തസീഹി കലാമിൽ മിഫ്താഹി, മിഫ്താഹിൻ്റെ കലാമിനെ സഹിയാക്കലിലേക്ക്. ഓ ദഫീൽ ഇസ്കാലിൽ വാരിദി അലൈഹി, സക്കാക്കിയുടെ കലാമിൻ്റെ മേൽ വന്ന ഇസ്കാലിനെ ദഫ് ചെയ്യാനും. മിൻ ഗൈരി ഇഹ്തിയാജിൻ ലിദഅവ കൽബിൻ ഫീ കലാമിഹി. സക്കാക്കിയുടെ കലാമിൽ കൽബിനെ വാദിക്കലിന് ആവശ്യമില്ല. വലാ തഅവീലിൻ ലിളുഹൂരിൻ വലാ തഅവീലിൽ ളുഹൂരി ഫീ കലാമിഹി. തൻ്റെ കലാമിലുള്ള ലുഹൂറിനെ തഅവീൽ ചെയ്യലിലേക്കും ആവശ്യമില്ല, തമ്മീസ് കൊണ്ടോ സവാല് കൊണ്ടോ. കാരണം അന്നൽ കലാമ ഇന്നമാഹുവ മസൂഖുൻ ലിഹാദാ സരീഹൻ. അപ്പോൾ സക്കാക്കി പറഞ്ഞ ലുഹൂറുൽ നഹാറി മിൻ ദുൽമത്തിൽ ലൈലി എന്ന് മുസ്തആറു ലഹൂർ സക്കാക്കി പറഞ്ഞത് അത് അതിൻ്റേതായ മാന തന്നെ വെച്ചാൽ മതി. നഹാറ് വെളിവാകുക. അപ്പോൾ നസിലഹു മിൻഹു ഇസ്തിആറത്തുള്ളത് ഇപ്പോൾ അവിടെയാണ്. ആ രാത്രിയിൽ നിന്ന് നമ്മൾ പുറപ്പെടുവിക്കും അന്നഹാറ പകലിനെ പുറപ്പെടുവിക്കുമ്പോൾ പകലിങ്ങട് ലാഹിറായി. പകലിനെ പുറപ്പെടുവിച്ചപ്പോൾ പകലെന്തായി? ലാഹിറായി. അപ്പോൾ പകലാണ് അവിടെ ഉള്ളത്. നേരത്തെ പറഞ്ഞതനുസരിച്ച് എന്തായി? ആ രാത്രിയെ തൊട്ട് ഊരും അന്നഹാറ പകലിനെ ഊരും. അപ്പോൾ പിന്നെ രാത്രിയാവും. സക്കാക്കി പറഞ്ഞതനുസരിച്ചോ പകലിനെ ഊരും എന്നാണ് മുസന്നിഫ് പറഞ്ഞതനുസരിച്ച്. മുസ്തആറ് ലഹു കസ്ഫുൽ ലൗ അൻ മക്കാനിൽ ലൈലി എന്നാണല്ലോ. രാത്രിയുടെ മക്കാനായ വായുമണ്ഡലത്തിൽ നിന്ന് പ്രകാശത്തിനെ നീക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രാത്രിയാണല്ലോ ഉണ്ടാകുന്നത്. ഇവിടെ അല്ലാമ തൈവീൽ ചെയ്യുന്നതനുസരിച്ച് സക്കാക്കിയുടെ ലുഹൂറുൻ നഹാറി മിൻ ദുൽമത്തിൽ ലൈലി എന്നതിന് അവിടെ കൽബിൻ്റെ ആവശ്യമില്ല,
തമ്മീസാണ് ളുഹൂർ കൊണ്ടുള്ള മുറാദ്. തമ്മീസാണെന്ന് പറയേണ്ട ആവശ്യമില്ല, സവാലാണ് എന്ന് പറയേണ്ട ആവശ്യവുമില്ല. ളുഹൂറുൻ നഹാർ എന്ന് പറഞ്ഞാൽ നഹാർ വലിവാവുക എന്നത് തന്നെയാണ് എന്നാ അല്ലാമ പറയുന്നത്. അപ്പോൾ രാത്രിയെ പുറപ്പെടുവിക്ക, അല്ല നസ്ലഹു മിൻഹു, ആ രാത്രിയിൽ നിന്ന് പുറപ്പെടുവിക്കുക, അന്നഹാര പകലിനെ. അപ്പൊ പകല് ലാഹിറായി, അതാ പറയുന്നത് കേട്ടോ. അപ്പോൾ മുസ്തആർ മിന്നൂന് അങ്ങനെ കൊടുക്കേണ്ടി വരും. എന്ത് മുസ്തആർ മിന്നൂന്നാണ്? ഗസ്തുൽ ജിൽദ് അന്നഹി ഷാത്തീദല്ലേ പറഞ്ഞത്. അപ്പൊ അവിടെ എങ്ങനെ വെക്കണം? ഇഹ്റാജുൽ ജിൽദ് അന്നഹി ഷാത്തി, ആട് പോലത്തതിൽ നിന്ന് തൊലിയെ പുറപ്പെടുവിക്കുക. മുസ്തആർ മിന്നൂനും എന്ത് വെക്കണം? കസ്തുൽ ജിൽദ് മുസന്നിഫ് പറഞ്ഞ മുസ്തആർ മിന്നൂന് ഇഹ്റാജുൽ ജിൽദ് അന്നഹി ബിശാത്തീദ് കൊടുക്കണം. മുസ്തആർ ലഹുവിന്റെ അവിടെയാണ് നമ്മൾ സംസാരം. മുസ്തആർ ലഹു സക്കാത്ത് പറഞ്ഞത് ളുഹൂറുൻ നഹാറി മിൻ ദുൽമത്തിൽ ലൈലി എന്നാണ്. അപ്പൊ അതിന് ളുഹൂറിന് എന്ത് ചെയ്ത്? ഈ സൽഹിന് ഇഹ്റാജ് എന്ന മാന കൊടുത്തപ്പോൾ മുസ്തആർ ലഹു ളുഹൂറുൻ നഹാറി മിൻ ദുൽമത്തിൽ ലൈലി ആയി. അപ്പൊ മുസ്തആർ മിന്നു എന്താവണം? ളുഹൂറുൽ ജിൽദ് അന്നഹി ബിശാത്തീദ് കൊടുക്കണം. പിന്നെ അപ്പോൾ ഫദഹബ സാഹിബുൽ മിഫ്താഹി ഇല സാനി, സാഹിബുൽ മിഫ്താഹ് രണ്ടാമത്തതിലേക്ക് പോയി. ഫസഹ ഖൗലുഹു, അങ്ങനെ വെക്കുമ്പോൾ അള്ളാഹുവിന്റെ ഖൗല് സഹിയാകും. നേരത്തെ സഹിയാ ഇഷ്കാലുണ്ട് എന്നാ പറഞ്ഞാണല്ലോ, നേരത്തെ പറഞ്ഞത് ഇഷ്കാലുണ്ട് എന്നാണ്. ഫിൽ മിഫ്താഹി മിൻ അന്നൽ മുസ്തആർ ലഹു ളുഹൂറുൻ നഹാരി മിൻ ദുൽമത്തിൽ ലൈലി ഫഫീഹി, അപ്പോൾ ഫൈദാഹും മുദ്ലിമുൻ എന്നതിൽ ഇഷ്കാലുണ്ട്. നഹാർ വെളിവാകുമ്പോൾ ഇരുട്ടല്ലല്ലോ ഉണ്ടാകുന്നത്, പകലല്ലേ. ലിഅന്നൽ വാഖിയ ബഅദഹു ഇന്നമാ ഹുവ ലിബ്സാറു ദൂരൽ ഇദ്ലാമി എന്നാ പറഞ്ഞത്. അപ്പൊ സഹി ആവൂലാന്നാ പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞത് സഹിയാകും. ഫസഹ ഖൗലുഹു, അപ്പോൾ അള്ളാഹുവിന്റെ ഖൗല് സഹിയാവുകയും ചെയ്യും. ഫഇദാഹും മുദ്ലിമൂൻ എന്ന് ബിൽഫാഇ, ഫാ കൊണ്ട് സഹിയാവുകയും ചെയ്യും. കാരണം എന്തുകൊണ്ടാണ്? രാത്രി പകല് പോയി കഴിഞ്ഞ് പകലിനെ പുറപ്പെടുവിച്ചു രാത്രിയിൽ നിന്ന്, അവ പകലായി. പിന്നെ പകല് പോയിട്ടല്ലേ ഉള്ളൂ രാത്രി വരുള്ളൂ. അവിടെ മുസാഹബത്തില്ലല്ലോ. മുസന്നിഫ് പറഞ്ഞതനുസരിച്ച് എന്താവും? കശ്ഫുൽ ലൗഇന്റെ കൂടെ തന്നെ എന്തുണ്ടാവും? ഇദ്ലാമുണ്ടാകും. അപ്പൊ അവിടെ തെർത്തീബില്ലല്ലോ. അതിന് നമ്മൾ മറുപടി പറഞ്ഞു, തെർത്തീബ് റുത്ബയിൽ തെർത്തീബ് ഉണ്ടായാൽ മതി എന്ന് മറുപടിയും പറഞ്ഞു. ചോദ്യം വന്നിട്ടല്ല, അവിടെ പറഞ്ഞിട്ടുണ്ട്. സംഗതി മുസാഹബത്താറുള്ളത്. കശ്ഫിനെ നഹാറിനെ നീക്കലോടൊപ്പം തന്നെ ഇദ്ലാമുണ്ടാകും. അപ്പൊ അവിടെ ഫാ കൊണ്ടുവരാൻ പറ്റൂല. പിന്നെ മുഫാജഹത്തിന്റെ ഇതയും അവിടെ പറ്റൂല. പക്ഷെ എന്തുണ്ട്? തെർത്തീബ് ഇവിടെ സമാനിൽ തെർത്തീബില്ലെങ്കിലും കലാബ് സഹിയാകാൻ റുത്ബയിൽ തെർത്തീബ് ഉണ്ടായാൽ മതിയല്ലോ. കശ്ഫുൽ ലൗ ഇല്ലത്താണ്. എന്തിന്? ദുഹൂലുൽ ഇദ്ലാമിന് ഇല്ലത്താണ്, അത് മതി. പക്ഷെ ഫസഹ ഖൗലുഹു, ഇങ്ങനെ വെക്കുമ്പോൾ അള്ളാഹുവിന്റെ ഖൗല് സഹിയാവുകയും ചെയ്യും. ഫൈദാഹും മുദ്ലിമൂൻ. കാരണം എങ്ങനെ സഹിയാകരുത്? കാരണം പകലിനെ പുറപ്പെടുവിച്ചു. പകല് ഏകദേശം ഒരു 12 മണിക്കൂറോളം ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ രാത്രി വരുന്നത്. അല്ലാമ സക്കാക്കിയുടെ കലാമിന് തൈവീൽ ചെയ്തതനുസരിച്ച് രണ്ടാമത്തെ മഅനിയായ ഇഖ്റാജുൻ നഹാർ, ഇഖ്റാജിലേക്ക് പോയി. അപ്പൊ നസ്ലഹു മിൻഹു എന്ന് പറഞ്ഞാൽ പകലിൽ രാത്രിയിൽ നിന്ന് നമ്മൾ പുറപ്പെടുവിച്ചു പകലിന്. അപ്പൊ രാത്രിയിൽ നിന്ന്, അപ്പൊ പകലാണ് ഇവിടെ ഉള്ളത്. പകല് വന്നാൽ പകലൊരു 12 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ രാത്രി ഉണ്ടാവുള്ളൂ. അപ്പൊ തെർത്തീബുണ്ട് എന്ന് ഉറപ്പാണ്. പക്ഷെ അപ്പൊ സുമ്മയാണ് ഇവിടെ കൊണ്ടുവരേണ്ടത്. പക്ഷെ ഇവിടെ ഫാ കൊണ്ടുവന്നല്ലോ. അതിനാണ് മറുപടി പറയുന്നത്. അന്ന തറാഹിയ, തീർച്ചയായിട്ടും തറാഹി പിന്തലും അദമഹു, പിന്താതിരിക്കലും. ഒന്ന് കഴിഞ്ഞിട്ട് മറ്റൊന്നിന്റെ വരവിന്റെ തറാഹി പിന്തല്. ഒന്ന് കഴിഞ്ഞിട്ട് മറ്റൊന്ന് ഉടനെ വരല്. ആ ഉടനെ വരനോടത്താണ് ഫാ പറയല്. മുഹിരത്തോടുകൂടെ വരനോടത്ത് തറാഹി ഉള്ളോട്ട് സുമ്മയാണ്. അതായത് രണ്ട് വസ്തുവിന്റെ ഇടയിലുള്ള തറാഹിയും വഅദമഹു, തറാഹിന്റെ ഇല്ലായ്മയും. അത് മിമ്മായഖ്തലിഫു ബിഖ്തിലാഫിൽ ഉമൂരി, കാര്യങ്ങൾ വ്യത്യാസമാവലുകൊണ്ട് വ്യത്യാസമാവുന്നതിൽപ്പെട്ടതാണ്.
വൽ ആദാത്തി സാധാരണ സംഭവങ്ങളും വ്യത്യാസമാവലുകൊണ്ട് വ്യത്യാസമായതിൽപ്പെട്ടതാണ്. ചിലത് ഒന്ന് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് മറ്റത് ഉണ്ടാവുന്നതെങ്കിലും അവിടെ ചിലപ്പോൾ തറാഹി ഇല്ല എന്ന തക്ദീറിലുണ്ടാകും. തറാഹി ഇല്ല എന്ന തക്ദീറുണ്ടാവും ചില സമയത്ത്. ഏതുപോലെ തസവ്വജ ചെയ്ത് പെണ്ണ് കെട്ടി ഫഉലിദലഹു ഉടനെ അവനിക്കുണ്ടായി, അവനിക്ക് കുട്ടിയെ പ്രസവിച്ചു. അവിടെ തസവ്വുജ് വിലാദത്തിന്റെ ഇടയിൽ ഹംലിന്റെ 10 മാസം ഉണ്ടല്ലോ. പക്ഷെ അവിടെ ആദത്ത് എന്താണ്? ആദത്ത് അവിടെ എണ്ണുന്നത് തസവ്വുജിനോട് ഉടനെ ആയിട്ടാണ് ആദത്ത് എണ്ണുന്നത്. കാരണം ഒരു കുട്ടി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവമാണ്. അപ്പൊ സാധാരണഗതിയിൽ ഈ 9 മാസവും 10 ദിവസവും പോരാ. അതിനേക്കാൾ ഇരട്ടിയുടെ ഇരട്ടി വേണം. ഇരട്ടിയുടെ ഇരട്ടി വേണ്ടോടത്ത് അതിനേക്കാൾ കമ്മിയായപ്പോൾ ഉള്ള സമയം കുറച്ചായിട്ട് എണ്ണിയിട്ടാണ് അവിടെ ഫാവ് കൊണ്ടുവരും എന്നതുപോലെ ആണ് ഇവിടെയും എന്നാണ് പറയുന്നത്. കണ്ടോ? കാരണം സഹിയാകും ബിൽ ഫായി ഫാവ് കൊണ്ട്. ഫാവ് തർത്തീബിനിക്കാണ്. അപ്പോൾ ഒന്ന് കഴിഞ്ഞിട്ടേ ഒന്നുണ്ടാകാൻ പാടുള്ളൂ. പകലിനെ അങ്ങനെ പുറപ്പെടുവിച്ചാൽ പകല് പോയിട്ട് എന്തുണ്ടാവുള്ളൂ? രാത്രി ഉണ്ടാകുള്ളൂ. ഫഇദാഹും അത് എന്നിട്ടാ പറഞ്ഞത് അന്ന തറാഹിയ വഅദമുഹു. 2 കാര്യത്തിന്റെ ഇടയിലുള്ള തറാഹിയും വഅദമുഹു തറാഹിയുടെ ഇല്ലായ്മയും മിമ്മാ യഖ്തലിഫു ബിഖ്തിലാഫിൽ ഉമൂരി കാര്യങ്ങൾ വ്യത്യാസമാവുന്നതുകൊണ്ട് വ്യത്യാസമാവുന്ന ഒന്നിൽപ്പെട്ടതാണ്. വല്ലാദാത്തി ആദത്തുകളും. വസമാനുൻ നഹാരി നഹാറിന്റെ സമാന്. എന്താണ് ഇവിടെ നഹാറിന്റെ സമാന്? പകലിനെ ഇങ്ങനെ പുറപ്പെടുവിച്ചപ്പോൾ ആ നഹാറിന് ഒരു 12 മണിക്കൂറോളം സമയമുണ്ട്. വൈൻ തവസ്സത്ത ആ സമാനിന്റെ നഹാറ് മധ്യത്തിൽ വന്നാലും ബൈന ഇഖ്റാജിൻ നഹാരി നഹാറിനെ പുറപ്പെടുവിക്കുന്നതിന്റെ ഇടയിലും മിനല്ലൈലി രാത്രിയിൽ നിന്ന് ഓ ബൈന ദുഹൂലിൽ ലലാമി ലലാമ് പ്രവേശിക്കുന്നതിന്റെ ഇടയിലും ആ നഹാറിന്റെ സമാൻ തവസ്സുത്തായാലും. കാരണം നഹാറിനെ പുറപ്പെടുവിച്ച് പിന്നെ രാത്രിയുടെ ദുഹൂലിന്റെ ഇടയിൽ 12 മണിക്കൂറോളോ അല്ലെങ്കിൽ അതിനേക്കാൾ അധികമോ കമ്മിയോ ഉണ്ടാകും. ഏതായാലും ഒരുപാട് സമയമുണ്ട്. ആ നടുവിൽ വരൽ ഈ ഇഖ്റാജുൻ നഹാറിന്റെയും പകലിനെ പുറപ്പെടുവിച്ചിരിക്കാണല്ലോ. അപ്പൊ പകല് പുറത്തേക്കായി, പകലിട് വന്നു, പിന്നെ ഇരുട്ട് കിടക്കാണ്. നസ്ലുഹു മിന്നു നഹാറ പകലിനെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഫൈദാഹും മുസ്ലിം അപ്പോൾ അവർ ഇരുട്ടിലാണ്. അപ്പൊ ദുഹൂലുൽ ലലാബിന്റെയും ഇഖ്റാജുൻ നഹാറിന്റെ ഇടയിലും എന്തുണ്ട്? സമാനിന്റെ നഹാറ് മധ്യത്തിൽ വന്നാലും ലാക്കിന്റെങ്കിലും ലി ഇളമി ഷൈനി ദുഹൂലിൽ ലലാമി ഇരുട്ട് പ്രവേശിക്കൽ എന്ന സംഗതിയുടെ നിലപാട് ഒരു മഹാസംഭവമായതിനു വേണ്ടി ഇരുട്ടിന്റെ പ്രവേശനത്തിന്റെ ഷൈന് ഒരു മഹാസംഭവമായതിനു വേണ്ടി ബഅദ ഇളാഅത്തിൻ നഹാരി പകലിനെ പ്രകാശിപ്പിച്ചതിന് ശേഷം ഇഖ്റാജുൻ നഹാർ പകലിനെ പുറപ്പെടുവിക്കൽ നസ്ലുഹു മിന്നു നഹാറ രാത്രിയിൽ നിന്ന് പകല് നമ്മൾ പുറപ്പെടുവിക്കുന്നു. ആ പുറപ്പെടുവിക്കുമ്പോഴാണ് എന്തുണ്ടാകല്? ഇലാത്തുൻ നഹാർ ഉണ്ടാകല്. അപ്പൊ ഇലാത്തുൻ നഹാറിന്റെ ശേഷം ലലാമിന്റെ ദുഫൂല് പ്രവേശനത്തിന്റെ നിലപാട് ഒരു വലിയ സംഭവമായതിനു വേണ്ടി ദുഹൂലുൽ ലലാം ആയതിനു വേണ്ടിയും മിമ്മാ യംബഗി ആ ദുഹൂലുൽ ലലാം ആയതിനു വേണ്ടിയും മിമ്മാ യംബഗി അല്ലാ യഹ്സുല അത് ഉണ്ടാകാതിരിക്കൽ അത്യാവശ്യമായതിൽ പെട്ടതാണ് എന്നതായതിനു വേണ്ടിയും ഇല്ലാഫി അൽഗാഫിദാലിക്ക സമാനി ആ സമാനിന്റെ ഇരട്ടികളിലല്ലാതെ ആ ദുഹൂലുൽ ലലാം ഉണ്ടാകാതിരിക്കൽ ആവശ്യമായതിൽപ്പെട്ടതായതിനു വേണ്ടിയും എന്ന് പറഞ്ഞാൽ പകലിനെ ഇളാഅത്തുൻ നഹാർ പകലിനെ പുറപ്പെടുവിച്ചിട്ട് പകല് പോയിട്ട് രാത്രി വരണമെങ്കിൽ ഏതായാലും 12 മണിക്കൂറേ ഇപ്പോൾ ഉള്ളൂ. ഒരു സുമാർ സമയം പറഞ്ഞതാണ്. പക്ഷേ
ഇഹ്റാജുന്നഹാറിന്റെ ശേഷം അഥവാ ഇളാഅത്തുന്നഹാറിന്റെ ശേഷം ദുഹൂലുൽ വരവ് ഒരു വലിയ സംഭവമായതിന് വേണ്ടിയും അതുപോലെ തന്നെ ഇളാഅത്തുന്നഹാറിന്റെ ശേഷം രാത്രിയുടെ ദുഹൂല്, ആ ഉൽമത്തിന്റെ ദുഹൂല് അല്ലെങ്കിൽ ലലാമിന്റെ ദുഹൂല് ഉണ്ടാവല് ഇപ്പോഴുള്ള സമയത്തിനേക്കാൾ ഇരട്ടിയുടെ ഇരട്ടി സമയങ്ങളിലല്ലാതെ ഹാസിലാവാതിരിക്കൽ ആയതിനു വേണ്ടിയും. സംഗതി പകല് വന്നിട്ട് രാത്രി വരണമെങ്കിൽ ഇപ്പോൾ ഉള്ള സമയമായ 10-12 മണിക്കൂർ പോരാ. 24 ഒരു 48 മണിക്കൂറോളം വേണം. ആ 48 മണിക്കൂർ വേണ്ടോടുത്ത് വെറും 12 മണിക്കൂർ കൊണ്ട് സമയം തീരുകയാണ് ഇവിടെ. അങ്ങനെ ആയതിനു വേണ്ടിയും റുദ്ദസമാനു കരീബ, നിലവിലുള്ള ഈ 12 മണിക്കൂർ അല്ലെങ്കിൽ 11 മണിക്കൂർ ആ സമാനിനെ എണ്ണപ്പെട്ടു, കരീബായിട്ട് എണ്ണപ്പെട്ടു. അപ്പൊ ഫായിനെ കൊണ്ടുവന്നു. അപ്പൊ തറാഹി ഇല്ലാത്തതുപോലെയായി. വജുഇലല്ലൈലു, രാത്രി ആക്കപ്പെട്ടു, കഅന്നഹു യുഫാജിഉഹും, അവർക്ക് ആ രാത്രി പെട്ടെന്ന് വന്നതുപോലെ, അവർക്ക് ഉടനെ വന്നതുപോലെ. അക്കീബ ഇഖ്റാജിൻ നഹാരി മിനൽ ലൈലി, രാത്രിയിൽ നിന്ന് പകലിനെ പുറപ്പിടിച്ച ഉടനെ രാത്രി അവർക്ക് വന്നതുപോലെ. ബിലാ മുഹലത്ത് കൂടാതെ. അതാണ്. അപ്പോ നസ്ലഹു ബിന്നുൻ നഹാറ, രാത്രിയിൽ നിന്ന് പകലിനെ നമ്മൾ പുറപ്പെടുവിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഫൈദാഹും മുദ്രിമൂൻ, ഉടനെ തന്നെ അവര് ഇരുട്ടിൽ പ്രവേശിക്കുന്നു. ഉടനെ പ്രവേശിക്കണില്ലല്ലോ, 12 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ പ്രവേശിക്കണുള്ളൂ. എങ്കിലും രാത്രിയിലെ വരവ് ഒരു മഹാസംഭവവും, രാത്രി വരൽ ഇപ്പോൾ നിലവിലുള്ള സമയത്തിന്റെ ഇരട്ടിയുടെ ഇരട്ടി വേണം. അങ്ങനത്തോടത്ത് കുറച്ച് സമയം മാത്രം എടുത്തപ്പോൾ ഇപ്പോൾ ഉള്ളതായ സമാനിനെ ചെറുതായി കാണുകയും അതിനെ കരീബായിട്ട് എണ്ണുകയും, അതുകൊണ്ട് രാത്രി ഉടനെ വന്നതുപോലെ കഅന്നഹു യുഫാജിഉഹും, കണ്ടോ, ആ രാത്രി അവർക്ക് പെട്ടെന്ന് വന്നതുപോലെ. അതായത് അക്കീബ ഇഖ്റാജിൻ നഹാരി കേട്ടോ. വഅലാഹാദ, ഇതനുസരിച്ച് ഹസുന ഇദൽ മുഫാജത്തിന്റെ ഇതാ ശരിയായി. കാരണം രാത്രി പോയി കഴിഞ്ഞിട്ടേ എന്ത് വരുന്നുള്ളൂ, അല്ല പകല് പോയി കഴിഞ്ഞിട്ടേ എന്ത് വരുന്നുള്ളൂ, അവിടെ മുസാഹബത്തില്ല, രാത്രി വരുന്നുള്ളൂ. അപ്പൊ മുഫാജത്തിന്റെ ഇതവിടെ ശരിയായി. ഉടനെ വരിക എന്നത്, ഉടനെ വരിക എന്ന് പറഞ്ഞാൽ ഉടനെ വന്നിട്ടില്ല, പക്ഷേ സമയം ഈ 12 മണിക്കൂർ പോരാ. 12, 24, 48 മണിക്കൂർ വേണം. 48 മണിക്കൂർ വേണ്ടോടത്ത് വെറും 12 മണിക്കൂർ എടുത്തപ്പോൾ ആ സമയം ഒരു ചെറുതായി കാണുകയും പകല് പോയ ഉടനെ പകലിനെ ഇങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവന്നു. സൂര്യൻ ഉദിച്ചു. സൂര്യൻ ഉദിക്കുമ്പോഴാണല്ലോ പകലുണ്ടാകല്. സൂര്യൻ ഉദിച്ചിട്ട് പകല് വെളിച്ചം വന്നു. വെളിച്ചം വന്നിട്ട് സൂര്യൻ അസ്തമിക്കുമ്പോൾ ഏതായാലും 12 മണിക്കൂറോളം ഉണ്ട്. ആ സമയത്ത് കുറച്ചായി കണ്ടതുകൊണ്ട് പകല് വന്ന് പോയ ഉടനെ തന്നെ പകല് വന്ന ഉടനെ, പകല് പോയ ഉടനെയല്ല, പകല് വന്ന ഉടനെ രാത്രി കടന്നു, രാത്രി പ്രവേശിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ മുഫാജത്തിന്റെ ഇത് അവിടെ പറ്റി. കമായുക്കാല് പറയപ്പെടും പോലെ ഉഹ്രിജന്നഹാറു, പകലിനെ പുറപ്പെടുവിക്കപ്പെട്ടു, മിനല്ലൈലി, രാത്രിയിൽ നിന്ന്, ഫഫാജഅഹു ദുഹൂലുൽ ലൈലി, ഉടനെ തന്നെ നഹാറിലേക്ക് രാത്രിയുടെ ദുഹൂല് ഉടനെ വന്നു എന്ന് പറയാം കേട്ടോ. അപ്പോ ഫാവും ശരിയായി, ഇതാ എന്ന ഫുദാത്തിന്റെ ഇതയും ശരിയായി എന്നാണ് അല്ലാമ സക്കാക്കിക്കും വേണ്ടി പറയുന്നത്. ഇനി മുസന്നിഫിന്റെ വാദത്തെ അല്ലാമ ഖണ്ഡിക്കുകയാണ്. ഫലു ജഅൽന സൽഹിനെ നമ്മൾ ആക്കുകയാണെങ്കിൽ, മുസന്നിഫ് പറഞ്ഞതുപോലെ, മുസന്നിഫ് സൽഹിന് ഇന്ന മാനാണല്ലോ കൊടുത്തത്, കസ്തുൽ ജിൽദ് കശ്ഫുല്ലൗ, മുസ്തആറിലഹു കശ്ഫുല്ലൗ എന്ന് പറഞ്ഞു. അതെ, കുല്ല നമ്മൾ പറയുകയും ചെയ്താൽ ഷംസിന്റെ പ്രകാശത്തെ നീക്കപ്പെട്ടു. അനിൽ ഹവായി, രാത്രിയുടെ മക്കാനായ വായുമണ്ഡലത്തിൽ നിന്ന് ആരെ നീക്കി? ഷംസിന്റെ പ്രകാശത്തെ നീക്കി.
ഫഫാജഅഹുല്ലലാമു ഉടനെ തന്നെ ലലാമ് ഉടനെ ഫഫാജഅഹുല്ലലാമു ആ പകലിലേക്ക് ലലാമ് ഉടനെയായി എന്ന് പറഞ്ഞാൽ ലം യസ്തഖിം അവിടെ എന്തല്ല കലാമ് ചൊവ്വാവുകയില്ല. കാരണം പറയുന്നത് എന്താണ്? ഈ നസ്ഇ അല്ലേ, നസ്ഇ ലൗഉ ശംസ്, നസ്ഇ ലൗവിന്റെ കൂടെയാണ് എന്തുള്ളത്? ലലാമിന്റെ ദുഹൂലുള്ളത്. അപ്പോ ഉടനെ എന്ന് പറയാൻ പറ്റൂല, അവിടെ തെർത്തീബില്ല, സമാനിയ തെർത്തീബില്ല. അതുകൊണ്ട് ലം യസ്തഖിം കലാമ് ചൊവ്വാവുകയില്ല, വലം യഹ്സുൻ കലാമ് നന്നാവുകയും ഇല്ല. അപ്പൊ പിന്നെ നേരത്തെ ഷാരിഹ് പറഞ്ഞല്ലോ സഹ ഖൗലുഹു, സക്കാക്കിന്റെ അഭിപ്രായ പ്രകാരം ഫഫീഹി ഇഷ്കാലും എന്നും മുസന്നിഫ് നസ്ഇ എന്ന മാന കൊടുത്തതനുസരിച്ച് സഹി ആയി എന്നും പറഞ്ഞല്ലോ നേരത്തെ അല്ലേ? എവിടെ പറഞ്ഞു? കണ്ടോ? വഹീനഹിദിൻ സഹ ഖൗലുഹു ഫൈദാഹും മുസ്ലിമൂൻ 390 മുസാഹബത്തുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഫൈദാഹും മുസ്ലിമൂൻ സഹിയാവുക? അത് നമ്മൾ അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ നസ്ഇന്റെ കൂടെ തന്നെയാണ് എന്തുള്ളത്? ദുഹൂലുൽ ലലാം സമാനിലുള്ളതെങ്കിലും റുത്ബയിൽ തഖദ്ദുമു തഅഖീർ അവിടെ ഉണ്ട്. കാരണം ഒന്ന് ഇല്ലത്താണ്, ഒന്ന് മഅലൂലാണ്. കേട്ടോ? വലം യഹ്സുൻ, ഇനി ചൊവ്വാണെങ്കിൽ തന്നെ വലം യഹ്സുൻ നല്ലതുമല്ല. അപ്പൊ വലം യഹ്സുൻ എന്ന് പറഞ്ഞത് ഇസ്തിഖാമത്ത് അല്ല, കലാമ് മുസ്തഖീമല്ല. ഇനി മുസ്തഖീം ആണെന്ന് സങ്കല്പിച്ചാൽ വലം യഹ്സുൻ കലാമ് മുഹ്സിനും അല്ല എന്നാ പറഞ്ഞത്. അപ്പൊ ഇസ്തിഖാമത്ത് ഇവിടെ മുസ്തഖീം അല്ല എന്ന് പറഞ്ഞത് സമാനിൽ തെർത്തീബില്ല എന്ന അടിസ്ഥാനത്തിലാണ്. മുസന്നിഫ് മുസ്തആറുൽ ലഹൂര് പിന്നെ കശ്ഫുൽ ലഹു എന്ന് മഅന വെച്ചാൽ പിന്നെ കലാമ് ഫൈദാഹും മുസ്ലിമൂൻ അവിടെ മുസ്തഖീം അല്ല എന്ന് പറഞ്ഞത് സമാനിയായ തെർത്തീബ് ഇല്ല എന്ന അടിസ്ഥാനത്തിലാണ്. അതേ സമയത്ത് റുത്തബിയായ തെർത്തീബ് അവിടെ ഉണ്ട്. ആ അടിസ്ഥാനത്തിൽ കലാം എന്താണ്? മുസ്തഖീമാണ്. പക്ഷേ ഹിസാനില്ല, വലം യഹ്സുൻ മുഹിസ് അത് എന്തല്ല ഹസനല്ല. ഹസനല്ലാതിരിക്കാൻ കാരണം ഹസനല്ല എന്നുള്ളത് ഓക്കെ. അവിടെ സഹിയായാൽ എന്ത് മതി? റുത്തുബയിലുള്ള തെർത്തീബ് മതി, റുത്തുബയിലുള്ള തെർത്തീബ് മതി. അത് മുസന്നിഫ് പറഞ്ഞതനുസരിച്ച് റുത്തുബയിൽ തെർത്തീബുണ്ട്, സമാനിൽ തെർത്തീബില്ല. അല്ലാമ വിവരിച്ചതനുസരിച്ച് സമാനിലും തെർത്തീബുണ്ട്, റുത്തുബയിലും തെർത്തീബുണ്ട്. പക്ഷേ തെർത്തീബുണ്ടെങ്കിലും അവിടെ തഅക്കീബാണ്, തഅക്കീബില്ല. പിന്നെന്താണ്? മുഹ്ലത്താണ് ഉള്ളത്. ആ മുഹ്ലത്തിനെ ബിലാ മുഹ്ലത്താക്കിയിട്ടാണ് ഇപ്പൊ പോകുന്നത്. അപ്പൊ കലാമ് മുസ്തഖീമല്ല. മുസ്തഖീമല്ല എന്ന് പറഞ്ഞത് ഏതടിസ്ഥാനത്തിൽ? സമാനിൽ തെർത്തീബില്ല എന്ന അടിസ്ഥാനത്തിൽ. റുത്ബയിൽ തെർത്തീബുണ്ട് എന്ന അടിസ്ഥാനത്തിൽ മുസ്തഖീമാണ്. പക്ഷെ വലം യഹ്സുൻ, അപ്പൊ ലം യസ്തഖീം മുസ്തഖീമല്ല, വലം യഹ്സുൻ അത് ഹസനും അല്ല. ഹസനല്ല എന്ന് പറയാൻ കാരണം തെർത്തീബ് എന്ന് പറഞ്ഞാൽ ദിഹിനിൽ തബാദുറാകുന്നത് സമാനിയായ തെർത്തീബാണ്. ആ അടിസ്ഥാനത്തിൽ അത് ഹസനല്ല. അങ്ങനെയാണ്. കലാമു മുസ്തഖീമല്ല എന്ന് പറഞ്ഞ് തെർത്തീബില്ലാത്തത് കൊണ്ട്, സമാനിൽ തെർത്തീബില്ലാത്തത് കൊണ്ട്. വലം യഹ്സുൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചോദ്യത്തിന് മറുപടിയാണത്. മുസ്തഖീം അല്ല എന്നുള്ളത് നമ്മൾ സമ്മതിക്കൂല, മുസ്തഖീമാണ്. കാരണം റുത്ബയിൽ തെർത്തീബുണ്ടല്ലോ. റുത്ബയിൽ തെർത്തീബുണ്ടതനുസരിച്ചാണ് മുസന്നിഫിന്റെ വാക്ക് അവിടെ ഫൈദാഹും മുസ്ലിമൂൻ കശ്ഫുൽ ലൗഇന്റെ ഉടനെ തന്നെ ദുഹൂലുൽ ലലാം ഉണ്ടെങ്കിലും അവിടെ എന്തുണ്ട്? റുത്ബയിൽ തെർത്തീബുണ്ട്. അനുസരിച്ചാണ് അവിടെ ഷാരിഹ് സഹിയാണെന്ന് പറഞ്ഞത്, ഫൈദാഹും മുസ്ലിമൂൻ സഹിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ലം യസ്തഖിം എന്നത് മുസ്തഖീമല്ല എന്ന് പറഞ്ഞത് സമാനിൽ തെർത്തീബില്ല, ഇല്ലത്തിൽ തെർത്തീബുണ്ടെങ്കിലും. വലം യഹ്സുൻ അത് നല്ലതുമല്ല. നല്ലതല്ല എന്ന് പറയാൻ കാരണം എന്താണ്? റുത്ബയിൽ തെർത്തീബുണ്ടല്ലോ എന്ന ചോദ്യത്തിന് മറുപടിയാ. റുത്ബയിൽ തെർത്തീബുണ്ടെങ്കിലും അവിടെ തെർത്തീബ് എന്ന് പറഞ്ഞാൽ ദിഹിനിൽ തബാദുറാകുന്നത് സമാനിയ തെർത്തീബാണ്. അതിലേക്കത് ഹസനും അല്ല. അപ്പോ
അങ്ങനെയാണ്. അപ്പോൾ സക്കാക്കിന്റെ കലാമിന് തൈവീൽ ചെയ്യേണ്ടതില്ല എന്നാണ് അല്ലാമ സദറുദ്ദീൻ ഷിറാസി പറയുന്നത്. അതാ കമായിദാ കുൽന നമ്മൾ പറയും പോലെ കസറത്തുൽ കൂസ, കൂജയെ ഞാൻ പൊട്ടിച്ചു, ഫാജഅഹും ലിങ്കിസാറു, ഇങ്കിസാർ അതിന് ഉടനെയായി. ആ കസറിന്റെ കൂടെ തന്നെയാണ് ഇങ്കിസാറുള്ളത്. അവർ തെർത്തീബില്ല, സമാനിയ തെർത്തീബ് അവിടെ ഇല്ല. സമാനിയ തെർത്തീബ് ഇല്ലാത്തത് കൊണ്ട് ഈ കലാമു മുസ്തഖീമും അല്ല ഹസനും അല്ല. മൂസന്റെ കസറിന്റെ കൂടെ തന്നെ എന്തുണ്ടാകുന്നുണ്ട്? ഇങ്കിസാർ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ സമാനിയ തെർത്തീബ് അവിടെ ഇല്ല. ഫാജഉൽ ഇങ്കിസാറു എന്ന് പറയും പോലെയാണ് ഇവിടെ അല്ലാമ ഷിറാസി പറയുന്നത് കേട്ടോ. അതിന് ഇവിടെയും റുത്ബയിൽ തെർത്തീബുണ്ട്, കസറ് ഇല്ലത്താൻ ഇങ്കിസാറിന് ആ നിലക്ക് ഇവിടെയും പ്രശ്നമില്ല. അപ്പോൾ ഇവര് അല്ലാമ പറയുന്ന എന്താണ്? തെർത്തീബ് എന്ന് പറഞ്ഞാൽ സമാനിയ തെർത്തീബാണ് എന്ന് പറയും, ദിഹിനിൽ തബാദുറാകുന്നത്. റുത്ബയാ തെർത്തീബിനെ മുമ്പ് അംഗീകരിക്കാത്തവരൊന്നുമല്ല കേട്ടോ. ശരി. വൈമ്മാ മുഖ്തലഫുൻ, ആ എന്ത് ആ ജാമിഅ് ഒന്നിരിക്കൽ മുഖ്തലഫ്, വൈമ്മാ മുഖ്തലഫുൻ അതെങ്ങോട്ടാണ് അത്ഫ്? അല്ല, വഹുമാ ഇസ്സിയാനി വൽ ജാമിഉ മാ യുഅക്കലു അല്ലേ. വഇമ്മാ മുഖ്തലഫുൻ ബഅ്ലുഹു ഇസ്സിയൻ വബഅ്ലുഹു അഖ്ലിയൻ. അപ്പൊ രണ്ടും ഇസ്സിയാനിയായാൽ ജാമി ഒരു പക്ഷേ ഹിസ്സിയായിരിക്കും, അല്ലെങ്കിൽ ജാമി അഖ്ലി ആയിരിക്കും, അല്ലെങ്കിൽ ജാമി മുഖ്തലഫായിരിക്കും. ജാമീനെ പറ്റിയാണ്. അപ്പൊ മൂന്നാമത്തെ കിസ്മാണ്. ഒന്നാമത്തെ കിസ്മ് രണ്ട് തൊറുഫാനി ഹിസ്സി, ജാമി ഹിസ്സി. രണ്ടാമത്തെ കിസ്മിലാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചത്. നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തും കൊണ്ടിരുന്നത് രണ്ടാമത്തെ കിസ്മിലാണ്. രണ്ട് തൊറുഫ് ഹിസ്സി, ജാമി അഖ്ലി. ഇനി രണ്ട് തൊറുഫും ഹിസ്സി, ജാമി മുഖ്തലഫ്, മൂന്നാമത്തെ കിസ്മാണത്. വഇമ്മാ മുഖ്തലഫുൻ ബഅ്ലുഹു ഹിസ്സിയ്യുൻ വബഅ്ലുഹു അഖ്ലിയ്യുൻ കേട്ടോ. ആ ജാമിഇന്റെ ബഅ്ല് ഹിസ്സിയും ബഅ്ല് അഖ്ലിയുമാണ്. കൗലിക്ക, നിന്റെ വാക്കുപോലെ. എന്താ വാക്ക്? റഅയ്തു ശംസൻ, ഞാൻ സൂര്യനെ കണ്ടു. വഅന്താനിയാകുന്നത് തുരീദു ഇൻസാനൻ കശംസി, സൂര്യനെ പോലത്തെ ഒരു മനുഷ്യനെയാണ് ഇനി ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇൻസാനിനെ ശംസിനോട് തശ്ബീഹാക്കിയിട്ട് ഇൻസാനിന്റെ സ്ഥാനത്ത് ശംസിനെ ഉപയോഗിച്ചു. അപ്പൊ ശംസ് എന്താണ് ഇവിടെ? ഹഖീഖ ശംസ് മുസ്തആർ മിന്നുഹാണ്. മുസ്തആർ ലഹു ഇൻസാനാണ് കേട്ടോ. മുസ്തആർ ലഹു ഇൻസാനാണ്. അപ്പോ രണ്ടും ഇസ്സിയാനിയല്ലോ, ഇസ്സിയാനിയാണ്. എന്ത് വിഷയത്തിലാണ്? രണ്ട് തർഫും ഇസ്സിയാനിയാണ്, ഇസ്സിയാണ്. ഫീ ഹുസ്നി ത്വൽഅത്തി, മുഖത്തിന്റെ ഭംഗിയിൽ. വഹിയ ഹിസ്സിയുൻ, ഹുസ്നു ത്വൽഅത്തി ഹിസ്സിയാണ്. വനബാഹത്തി ശൈനി, നിലപാടിന്റെ ഉയർച്ചയിലും. വഹിയ അഖ്ലിയത്തുൻ, അത് അഖ്ലിയത്തുമാണ്. അപ്പൊ അങ്ങനെ ശരിയായി. വഇല്ല, ഇനി അങ്ങനെ അല്ലെങ്കിൽ അത്ഫുന്നല ഖൗലിഹി ഇൻകാന ഹിസ്സിയൈനി, രണ്ട് തർഫ് ഹിസ്സിയൈനി ആയാൽ എന്നതിന്റെ മേൽ അത്ഫാണ്. വഇല്ല, ഇനി അങ്ങനെ അല്ലെങ്കിൽ ഫഹുമാ കേട്ടോ. അങ്ങനെ അല്ലെങ്കിൽ ഫഹുമാ രണ്ട് തർഫാനി. വഇല്ല അത്ഫുന്നല ഖൗലിഹി വ ഇൻകാന ഹിസ്സിയൈനി, രണ്ട് തർഫ് ഹിസ്സിയാനി ആയാൽ എന്നതിന്റെ മേൽ അത്ഫാണ്. ഐ വഇല്ലം യകുനി തർഫാനി ഹിസ്സിയൈനി, രണ്ട് തർഫ് ഹിസ്സിയൈനി അല്ലെങ്കിൽ. ഇൻകാന ഹിസ്സിയൈനി എന്നുള്ളൂ, അത്രേ ഉള്ളൂ. ഫഹുമ അയ തർഫാനി, രണ്ട് തർഫ് അഖ്ലിയാനി ആയിരിക്കും. ഇസ്സിയാനി അല്ലെങ്കിൽ രണ്ട് തർഫ് അഖ്ലിയാനിയാണ്. നഹ്വു മൻ ബഅസനാ മിൻ മർഖദിന എന്ന് പറയും പോലെ, മൻ ബഅസനാ മിൻ മർഖദിന, യാസീൻ സൂറത്തിലെ 52-ാമത്തെ ആയത്താണ്. നമ്മുടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത് ആരാണ്? ആരാണ് ബഅസന, നമ്മെ എഴുന്നേൽപ്പിച്ചത്? മിൻ മർഖദിന, നമ്മുടെ ഉറക്കത്തിൽ നിന്ന്. ഫൈനൽ മുസ്തആറ മിന്നു, മുസ്തആർ മിന്നു അർറുഖാദു, ഉറക്കമാണ്. ഉറക്കം. അയ്യൻ നൗമി,
ഫൈനൽ മുസ്തആറ മിന്നു അർറുക്കാദു അയ്യൻ നൗമു ഉറക്കം. ഇവിടെ കൊണ്ടുവന്നത് മർക്കദ് എന്നാ. അലായക്കൂരൽ മർക്കതു മർക്കത് ആണ് എന്നതിന്റെ മേൽ എടുത്തിട്ട് മസ്തറൻ മസ്തറാണ് എന്നതിന്റെ മേൽ എടുത്തിട്ട് ഏത് മസ്തർ? മീമിയായ മസ്തർ. അപ്പോ മൻ ആരാണ് ബഅസന നമ്മളെ എഴുന്നേൽപ്പിച്ചത്? ഇവിടുത്തെ അർത്ഥം ഈ മർക്കദിന നമ്മുടെ മരണത്തിൽ നിന്നാണ് ഇവിടെ യഥാർത്ഥ അർത്ഥം. അതായത് ഇവിടെ മരണത്തിന് എന്തിനെ കൊണ്ടുവന്നു? ഉറക്കത്തിനെ കൊണ്ടുവന്നതാ. മുസ്തആറ് ലഹു ഏതാണ്? മുസ്തആറ് ലഹു മരണമാണ്, മൗത്ത്. മുസ്തആറ് മിന്നു ആണ് റുക്കാദ്. അപ്പൊ റുക്കാദിനെയാണ് ഇവിടെ ഇസ്തിആറത്ത് നടത്തിയത് മരണത്തിന് വേണ്ടി കേട്ടോ. ഫഇന്നൽ മുസ്തആറ മിന്നു മുസ്തആറ് മിന്നു അർ റുക്കാദു റുക്കാദാണ്, അയ്യൻ നോമു നോമാണ്. ഇവിടെ മർക്കതാണ് പറഞ്ഞത്. അത് അലായക്കൂരൽ മർക്കതു മസ്തറൻ മർക്കത് മസ്തറാണ് എന്ന നിലക്ക്. അപ്പൊ തക്കൂരൽ ഇസ്തിആറത്തു അസ്ലിയത്തിന് ഇസ്തിആറത്ത് എന്താകും? അസ്ലിയത്താകും. അപ്പൊ അർത്ഥം എന്തായി? മൻ ആരാണ് ബഅസന നമ്മെ എഴുന്നേൽപ്പിച്ചത് മിമ്മർക്കദിന നമ്മുടെ മരണത്തിൽ നിന്ന്. ഉറക്കത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ മരണത്തിൽ നിന്ന്. ഇസ്തിആറത്ത് അസ്ലിയായി. കാരണം മൗത്തിനെ റുക്കാദിനോട് തശ്ബീഹാക്കി ആ മുശബ്ബഹ് ബിഹിയായ റുക്കാദിനെ ഇവിടെ ഉപയോഗിച്ചു. അല്ലെങ്കിൽ അപ്പൊ മുസ്തആറ് മിന്നു റുക്കാദ് എന്നാ പറഞ്ഞത് ഇവിടെ. അത് ഈ മർക്കദിന് മസ്തർ മീമിയായ മസ്തറാണ് എന്ന നിലക്ക്. അല്ലെങ്കിൽ തക്കൂര് ഇസ്തിആറത്തു അസ്ലിയത്താകും, മറ്റൊന്നിനോട് താദിയല്ല. ഔ അലാ അന്നഹു അല്ലെങ്കിൽ മർക്കദ് ബി മഅനൽ മക്കാനി മക്കാനിന്റെ മാനാക്ക. അപ്പൊ എന്തായി? ഉറങ്ങുന്ന സ്ഥലം. അപ്പൊ ഉറങ്ങുന്ന സ്ഥലമാകുമ്പോൾ ഉറങ്ങുന്ന സ്ഥലത്തിന് മുസ്തആറ് ലഹു ആരാകും? മരിച്ചു കിടക്കുന്ന സ്ഥലം ഖബറാകും. അപ്പോ ഖബറിന് വേണ്ടി ഉറങ്ങുന്ന സ്ഥലത്ത് ഇസ്തിആറത്ത് നടത്തലാകും. മക്കാനിന്റെ മാനാക്കാവും. മക്കാനിന്റെ മാനാക്കാണെങ്കിലും അപ്പോ പിന്നെ അവിടെ മുസ്തആറ് മിന്നു മർക്കദ് എന്നല്ലേ പറയേണ്ടത്? പിന്നെന്താ റുക്കാദ് എന്ന് പറഞ്ഞു? ഇവിടെ പറഞ്ഞത് മുസ്തആറ് മിന്നു റുക്കാദാണ് എന്ന് പറഞ്ഞു. അത് മർക്കദിന് മീമിയായ മസ്തറാണ് എന്ന നിലക്ക്. അപ്പൊ ഇസ്തിആറത്ത് അസ്ലിയത്താവും. ഔ അലാ അന്നഹു അല്ലെങ്കിൽ ഈ മർക്കദ് ആണ് എന്ന നിലക്കും എന്ത്? മുസ്തആറ് മിന്നു റുക്കാദാണ്. ബി മാനൽ മക്കാനി മക്കാനിന്റെ മാനാക്കാണ് എന്ന നിലക്കും മുസ്തആറ് മിന്നു ഏത് തന്നെ? റുക്കാദ് തന്നെ, മർക്കദല്ല. അതാ പറയുന്നത്. ഈ മർക്കദിനെ മീമിയായ മസ്തർ വെക്കുമ്പോൾ മുസ്തആറ് മിന്നു റുക്കാദ് തന്നെയായി. റുക്കാദ് മർക്കദ് ഒന്നായല്ല അവിടെ. ഇനി മക്കാനിന്റെ മാനാക്കാക്കുമ്പോഴോ അപ്പോഴും മുസ്തആറ് മിന്നു റുക്കാദ് തന്നെ. അങ്ങനെ റുക്കാദായി എന്നാണ് ചോദ്യം. മർക്കദല്ലേ ആവേണ്ടത് മുസ്തആറ് മിന്നു. അത് ഇല്ല അന്നഹു എങ്കിലും കാര്യം ഇല്ല എങ്കിലും അന്നഹു കാര്യം ഉഅ്തിബറ തശ്ബീഹു ഫിൽ മസ്തരി തശ്ബീഹിനെ മസ്തറിൽ ഇഅ്തിബാർ ചെയ്യപ്പെട്ടു. സംഗതി ഇവിടെ ഇസ്മു മക്കാനാണെങ്കിലും അവിടെ മർക്കദ് അതുപോലെ തന്നെ ഖബർ, അതാണ് ഇസ്മു മക്കാൻ. മരിച്ചെടുക്കുന്ന സ്ഥലം ഖബർ, ഉറങ്ങുന്ന സ്ഥലം ആ സ്ഥലം തന്നെ. അപ്പോ അങ്ങനത്തെ സ്ഥലത്ത് ഈ മസ്തറിൽ തശ്ബീഹിനെ ഇഅ്തിബാർ ചെയ്യപ്പെടാ. കാരണം അന്നൽ മഖ്സൂദ ബിൻ നദരി ഫിൽ ഇസ്മിൽ മക്കാനി മക്കാന്റെ ഇസ്മിൽ നദർ ചെയ്യലുകൊണ്ടുള്ള മഖ്സൂദ് വസായിരിൽ മുസ്തഖാത്തി മക്കാന്റെ ഇസ്മു എന്ന് മാത്രമല്ല എല്ലാ മുസ്തഖുകളായ ഇസ്മുകളിലും, ഏത് സമാൻ ഇസ്മാവട്ടെ, ഇസ്മു ഫായിലാവട്ടെ, ഇസ്മു മഫൂലാവട്ടെ, ഇന്നമാ ഹുവ ആ മഖ്സൂദ് അൽ മഅനൽ ഖായിമു ബിദ്ദാത്തി ദാത്തിൽ ഖായിമായ മഅനയാണ്, ലാ നഫ്സുദ്ദാത്തി അല്ല. അപ്പൊ എന്തായി? മം ബഅസന മിൻ മർക്കദിന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉറങ്ങുന്ന, യഥാർത്ഥത്തിൽ പറയുമ്പോൾ അവിടെ എങ്ങനെ അർത്ഥം? ഉറങ്ങുന്ന സ്ഥലത്തിൽ നിന്ന്. അത് എന്തിനു വായ്പ വാങ്ങി? ഖബറിൽ നിന്ന് എന്നാവും അർത്ഥം. ഖബറിൽ നിന്ന് ഉറങ്ങുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ അത് മുസ്തആറ് മിന്നു ആണല്ലോ. അവിടെ ഉദ്ദേശം എന്താകും?
ഖബറിൽ നിന്ന് എന്നാവും. പക്ഷേ ഇങ്ങനത്തെ സ്ഥലത്ത് മക്ബറ മറുക്കത് ഇവിടെയുള്ള സ്ഥലത്തൊക്കെ എന്താണ് തശ്ബീഹിനെ ഇത്തിബാർ ചെയ്യല് ഈ മറുക്കതിൽ കായിമായ മായന അതേതാണ് റുക്കാതാണ്. അതുപോലെ ഖബറിൽ കായിമായ മായന മൗത്താണ്. അതിനെയാണ് ഇത്തിബാർ ചെയ്യുക. ആ നിലക്കും എന്ന് പറയാം മർക്കത് എന്നുള്ളത് ഇസ്മു മക്കാനാണെങ്കിലും മക്കാൻ ഇസ്മാണെങ്കിലും ആ മക്കാൻ ഇസ്മിൽ കായിമായ മൈനയിലാണല്ലോ തശ്ബീഹിനെ ഇത്തിബാർ ചെയ്യുന്നത്. അതനുസരിച്ച് മുസ്തഅർബിന് റുക്കാദ് എന്നാവും. ഈ രണ്ടടിസ്ഥാനത്തിലും ഇസ്തിആറത്ത് അസ്ലിയത്താക്കാം കേട്ടോ. അതാ പറഞ്ഞതിൽ അന്നൽ ഇല്ല അന്നഹു ഇവിടെ മുസ്തഅർബിന് റുക്കാദാണെന്നാ പറഞ്ഞത്, മർക്കദാണെന്ന് പറഞ്ഞില്ല. അത് ആദ്യം പറഞ്ഞത് മർക്കത് അത് മസ്തറാണ്, അപ്പൊ പ്രശ്നമില്ല. അല്ലെങ്കിൽ അത് മക്കാനിസ്മാണ് എന്ന നിലക്കും മുസ്തഅർബിന് റുക്കാദാണെന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞില്ല? മർക്കദാണെന്ന് പറഞ്ഞില്ല. മക്കാനിസ്മാകുമ്പോൾ മുസ്തഅർബിന് മർക്കത് എന്നാണ് പറയേണ്ടത്. പക്ഷെ മർക്കതിൽ കായിമായ മൈനയാണല്ലോ റുക്കാദ്. തശ്ബീഹിൽ മഖ്സൂദ് എന്താണ്? ആ പിന്നെ മുസ്തഖായ ഇസ്മുകളിലും മക്കാൻ ഇസ്മുകളിലും ഒക്കെ മഖ്സൂദ് അതിൽ കായിമായ മൈനയാണ്. ആ മക്കാന്റെ ഇസ്മോ ദാത്തോ അല്ല, ലാ നഫ്സു ദാത്തി ദാത്തിന്റെ നഫ്സല്ല. വഇത്തിബാറു തശ്ബീഹി ഫിൽ മഖ്സൂദി മഖ്സൂദിൽ തശ്ബീഹിനെ ഇത്തിബാർ ചെയ്യലാണ് അൽ-അഹമ്മു ഏറ്റവും. വഇത്തിബാറു തശ്ബീഹി ഫിൽ മഖ്സൂദിൽ അഹമ്മി അഹമ്മായ മഖ്സൂദിൽ തശ്ബീഹിനെ ഇത്തിബാർ ചെയ്യലാണ് ഔലാ. ഇനി അവിടെ ഇങ്ങനെയും ആക്കാം. തശ്ബീഹിനെ ഇത്തിബാർ ചെയ്യുന്നിടത്ത് അല്ല എന്താണ് അതെ മക്കാനിസ്മിലും തശ്ബീഹിനെ ഇത്തിബാർ ചെയ്യല് ഇന്നഹു ഉഅ്തിബറ തശ്ബീഹു ഫിൽ മസ്തറിൽ തശ്ബീഹിനെ ഇത്തിബാർ ചെയ്യപ്പെട്ടു. ലഅന്നൽ മഖ്സൂദ ബിന്നദരി ഫിസ്മിൽ മക്കാനി സായിരി മുസ്തഖാത്ത് ഇന്നമാ ഹുവൽ മാനൽ ഖാമി ബിദ്ദാത്തി ലാ നഫ്സു ദാത്തി. അപ്പോൾ മക്കാനിസ്മാണ് എന്ന് വെച്ചാലും അവിടെ ആ മക്കാനിസ്മിൽ കായിമായ മഅനയാണല്ലോ റുക്കാദ്. ആ നിലക്ക് മുസ്തഅർബിന് റുക്കാദാണെന്ന് പറയാം. അപ്പോഴും ഇസ്തിആറത്ത് തസ്രിയത്തായി. ഇനി അവിടെ മക്കാനിസ്മിനെ തന്നെയാണ് അവിടെ ഇസ്തിആറത്ത് തശ്ബീഹ് നടത്തിയത്. ഏത് മർക്കദിനെ മക്ബറയോട് തശ്ബീഹാക്കി. അല്ല മക്ബറനെ ഏതിനോട് തശ്ബീഹാക്കി? മക്ബറനെ മർക്കദിനോട് തശ്ബീഹാക്കി. എന്നിട്ട് അങ്ങനെയാണ് തശ്ബീഹെങ്കിൽ ഇവിടെ മുസ്തഅർബിന്നു ഏതാകും? മർക്കദാകും. മുസ്തഅർ ലഹു ഖബറും ആകും. അപ്പൊ പിന്നെ ഇസ്തിആറത്ത് തബഈയത്താവും. കാരണം മുസ്തഖുകളിൽ തശ്ബീഹിനെ ഇത്തിബാർ ചെയ്യണമെങ്കിൽ ആദ്യം മസ്തറിൽ ഒന്ന് നടത്തണമല്ലോ. അതിനോട് താബിയായിട്ടാണ് പിന്നെ രണ്ടാമത് മുസ്തഖ ഇസ്മിൽ വരുന്നത്. അപ്പൊ ഇസ്തിആറത്ത് തബഈയത്തും ആകും. വസതസ്മഉ ലിഹാദാ സിയാദത്തു വസതസ്മഉ ലിഹാദാ വസതസ്മഉ നീ പിറകെ കേൾക്കുന്നതാണ്. നീ പിറകെ കേൾക്കുന്ന ലിഹാദ ഈ പറയപ്പെട്ടതിനക്ക് എന്ത് മക്കാനിസ്മിലും മുസ്തഖുകളിലും മഖ്സൂദ് നദറുകൊണ്ടുള്ള മഖ്സൂദ് ദാത്തുൽ കായിമായ മഅനിയാണ് എന്ന വിഷയത്തിന് ആ വിഷയത്തിന് നീ കേൾക്കും. ആ വിഷയത്തിനക്ക് നീ കേൾക്കും. സിയാദത്ത തഹ്ഖീഖും കൂടുതൽ തഹ്ഖീഖ് നീ കേൾക്കും. ഫിൽ ഇസ്തിആറത്തി തബഈയത്തി ഇസ്തിആറത്തു തബഈയത്തിൽ നീ കേൾക്കും കേട്ടോ. ഇനി ഇവിടെ വൽ മുസ്തആർ ലഹു അല്ലേ? അപ്പൊ മുസ്തആർ മിന്നു റുക്കാദാണ്. വൽ മുസ്തആറ ലഹു അൽ മൗത്തു ആണ്. വൽ ജാമിഉ ഇവിടെ ജാമി അദമു ളുഹൂരിൽ ഫീല് ലാഹിറാകാതിരിക്കലാണ്. വൽ ജമീഉ എല്ലാം അഖ്ലിയാണ്. മുസ്തആർ മിൻഹു ആയ റുക്കാദ് അഖ്ലിയാണ്. മുസ്തആർ ലഹു ആയ മൗത്ത് അഖ്ലിയാണ്. പിന്നെ ജാമി എന്താണ്? അദമു ളുഹൂറുൽ ഫീല് അതും അഖ്ലിയാണ്. പിന്നെ വക്കീല പറയപ്പെട്ടു അദമു ളുഹൂറുൽ അഫ്ആലി ഫീലുകൾ ലാഹിറാകാതിരിക്കല്
ഫിൽ മുസ്തആരി ലഹു മുസ്തആറു ലഹൂല് ഐനിയൽ മൗത്ത മൗത്തിനെയാണ് ഉദ്ദേശം. അപ്പൊ മൗത്താവുന്ന മുസ്തആറു ലഹൂല് അതമു ളുഹൂറ് ഫീല് അക്വയാണല്ലോ. മുസ്തആറു മിൻഹൂലല്ല ജാമി അക്വയാകേണ്ടത്. ഇവിടെ മുസ്തആറു ലഹൂലാണല്ലോ അക്വ. ഇസ്തിആറത്ത് നടത്തണമെങ്കിൽ വജുഹു ശബ്ഹ് മുശബ്ബഹു ബിഹിൽ സായിദ് എന്ത് വേണം? അക്വയാവണം. മുസ്തആറു മിൻഹു ആണ് അക്വയാകേണ്ടത്. ഏതിനേക്കാൾ? മുസ്തആറു ലഹൂനേക്കാൾ വജുഹു ശബ്ഹിൽ. ഇവിടെ വജുഹു ശബ്ഹിൽ മുസ്തആറു ലഹു ആണല്ലോ അക്വ. ഒമിൻ ഷർത്തിൽ ജാമിന്റെ ഷർത്തിൽപ്പെട്ടതാണല്ലോ ആ യക്കൂല ആ ജാമിയാകൽ ഫിൽ മുസ്തആരി മിന്നു മുസ്തആർ മിന്നൂല് അക്വയാവൽ. ഫൽ ഹഖു അപ്പോൾ ഹഖ് അന്നൽ ജാമിയ ജാമി ഇവിടെ ഏതല്ല? അത് ളുഹൂറുൽ ഫീലല്ല, ഹുവൽ ബഅസു എഴുന്നേൽപ്പിക്കലാണ്. എഴുന്നേൽക്കല്. ആ എഴുന്നേൽക്കൽ ഏതിലുണ്ട്? മൗത്തിൽ നിന്നും എഴുന്നേൽക്കലുണ്ട്, ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കലുണ്ട് കേട്ടോ. ജാമിയു ബഅസാണ്. അല്ലതി എങ്ങനത്തെ ബഅസ്? ഹുവ ബഅസ് ഫിന്നൗമി മുസ്തആറു മിന്നുവായ നൗമില് അൽഹറും അഷ്ഹറും അക്വയുമാണ്. ലികൗനിഹി മിമ്മാ ലാ ശുബ്ഹത ഫീ. എന്താ ഉറക്കിൽ ബഅസ് ആയതിനു വേണ്ടി എഴുന്നേൽക്കൽ മിമ്മാ ലാ ശുബ്ഹത ഫീ. ശുബ്ഹത്തില്ല ലി അഹദി, ഒരാൾക്കും ശുബ്ഹത്തില്ല, എല്ലാവർക്കും അറിയാലോ ഉറക്കത്തിൽ എഴുന്നേൽക്കുന്നുണ്ട് എന്ന്. അപ്പോ ബഅസ് എന്നത് അക്വ ഏതിലാണ്? അത് മുസ്തആർ മിൻഹുവായ നൗമിലാണ്. അപ്പൊ പിന്നെ മുസന്നിഫുടെ അദമുൽ ളുഹൂറുൽ ഫീൽ എങ്ങനെ പറഞ്ഞു? അദമുൽ ളുഹൂറുൽ ഫീല് ജാമി അദമുൽ ളുഹൂറുൽ ഫീല് പിന്നെ മുസ്തആർ ലഹുവായ മൗത്തിലാണല്ലോ അക്വയാവേണ്ടത്. നൗമിലല്ലേ അദമുൽ ളുഹൂറുൽ ഫീല്? മൗത്തിലാണല്ലോ അക്വ എന്നാണ് ഇപ്പൊ പറഞ്ഞത്. വക്കീല അദമുൽ ളുഹൂറിൽ അഫ്ആലി ഫിൽ മുസ്തആരി ലഹു അക്വ. മുസ്തആർ ലഹു ആയ മൗത്തിലാണ് അദമുൽ ളുഹൂറിൽ ഫീല് അക്വ. അപ്പോൾ എങ്ങനെ അത് ശരിയാകും? പിന്നെ എങ്ങനെയാണ് അപ്പൊ ജാമി അദമുൽ ളുഹൂറിൽ ഫീലാണെന്ന് മുസന്നിഫ് പറഞ്ഞത്? അത് ഏത് നിലക്കാന്ന് വെച്ചാല് മുസ്തആറു മിൻഹു ആയ അദമുൽ ളുഹൂറുൽ ഫീല് അത് മുസ്തആർ മിൻഹു എന്ന നോമാണല്ലോ. ഉറങ്ങിക്കിടക്കുമ്പോ ഫീലുകൾ ലാഹിറാകണില്ല എന്നുള്ളതും മശഹൂറല്ലേ. എല്ലാവർക്കും അശ്ഹരിയത്തുണ്ട്. ഇവിടെ അക്വ ഇല്ലെങ്കിലും അശ്ഹരിയത്ത് ഏതുണ്ട്? അദമുൽ ളുഹൂറുൽ ഫീല് നൗമിൽ അത് മശഹൂറാണ്. മൗത്ത് മരിച്ചെടുക്കുന്ന ആൾക്കാരെല്ലാവരും കാണാത്തോണ്ട് അത് മശഹൂറല്ല. അദമുൽ ളുഹൂറുൽ ഫീല് അക്വയാണ് നൗമിലെങ്കിലും. മൗത്തില് അത് അക്വയാണെങ്കിലും അദമുൽ ളുഹൂറുൽ ഫീല് നൗമിൽ എന്തുണ്ട്? അത് മശഹൂറാണ്. ആ നിലക്ക് അക്വ എന്ന് പറയാം. അതുകൊണ്ടാണ് മുസന്നിഫ് അവിടെ ജാമി അദമുൽ ളുഹൂറുൽ ഫീൽ എന്ന് പറഞ്ഞത്. ഇവിടുത്തെ കരീനത്ത് എന്താ? വ കരീനത്തുൽ ഇസ്തിആറത്തി. ഈ ഇസ്തിആറത്തിന്റെ കരീനത്ത് ഉറക്കിന് മൗത്തിന് റുക്കൂദിനെ ഉപയോഗിച്ചു അല്ലേ? അത് അപ്പൊ ഇവിടെ റുക്കു അല്ല, മൗത്തിനെ റുക്കാദിൽ, റുക്കൂദല്ല റുക്കാദ്, മൗത്തിനെ റുക്കാദിൽ ഉപയോഗിച്ചു. റുക്കാദ് ഏതാണ്? മുസ്തആർ മിൻഹു ആണ്. മൗത്ത് മുസ്തആർ ലഹു ആണ്. അപ്പൊ മൗത്തിന് വേണ്ടി ഏതിനെ കൊണ്ടുവന്നു? റുക്കാദിനെ കൊണ്ടുവന്നു. അത് ആ ഇസ്തിആത്തിന്റെ കരീനത്ത് കൗരു ഹാദൽ കലാമി, ഈ കലാമാവലാണ് കലാമുൽ മൗത്ത, മരിച്ചവരുടെ കലാമാവലാണ്. മരിച്ചവരുടെ കലാമാവൽ എന്താ? അത് അഖിലിയാണ്. അതിന്റെ പുറമെ മാ ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ ഖൗല് പോലെ ഹാദാ മാ വഅദർ റഹ്മാനു സദഖൽ മുർസലൂൻ കേട്ടോ എന്ന ഖൗലോടുകൂടെ അതൊരു ലഫ്ലിയായ കരീനത്തും ഒരു അഖിലിയായ കരീനത്തും.